Shall we turn our Bibles to the book of Exodus, chapter 6, verses 6 to 8. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങളിലേക്ക് നമ്മുടെ വേദപുസ്തകം തുറക്കാം. യാത്രാകമം 6-ാം അധികാരം 6 മുതൽ 8 വചനങ്ങൾക്ക് നേരാக നമ്മുടെ വേദാകമത്തെ നാം തിരപ്പും. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയുന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാൻ ആകുന്നുവെന്ന് നിങ്ങൾ അറിയും. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ஆதலால் இஸ்ரவேல் புத்திரரை நோக்கி, நானே கர்த்தர், உங்கள் மேல் எய்ப்தியர் சுமத்தின சுமைகளை நீக்கி நான் உங்களை விடுவித்து உங்களை அவர்கள் அடிமைத்தனத்திற்கு நீங்களாக்கி ஓங்கிய கையினாலும் மகா தண்டனைகளினாலும் உங்களை மீட்டு உங்களை எனக்கு ஜனங்களாக சேர்த்துக் கொண்டு உங்களுக்கு தேவனாயிருப்பேன். உங்கள் மேல் எய்ப்தியர் சுமத்தின சுமைகளை நீக்கி உங்களை விடுவிக்கிற உங்கள் தேவனாகிய கர்த்தர் நான் என்று அறிவீர்கள். ஆபிரகாமுக்கும் ஈசாக்குக்கும் யாக்கோபுக்கும் கொடுப்பேன் என்று நான் ஆணையிட்ட தேசத்தில் உங்களை கொண்டு போய் அதை உங்களுக்கு சுதந்திரமாக கொடுப்பேன். நான் கர்த்தர் என்று அவர்களுக்கு சொல் என்றார். Wherefore say unto the children of Israel, I am the Lord, and I will bring you out from under the burdens of the Egyptians, and I will rid you out of their bondage, and I will redeem you with a stretched out arm and with great judgments, and I will take you to me for a people, and I will be to you a God, and ye shall know that I am the Lord your God, which bringeth you out from under the burdens of the Egyptians, and I will bring you in unto the land concerning the which I did swear to give it to Abraham, to Isaac, and to Jacob, and I will give it you for an inheritance. I am the Lord. Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. Here we see about a promise given to the children of Israel when they were in bondage in the land of Egypt. ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ അവർക്ക് നൽകപ്പെട്ട ഒരു വാഗ്ദത്തം നമ്മൾ ഇവിടെ കാണുന്നു. ഇസ്രായേൽ ജനങ്ങൾ എகிப்தின் അടിമത്തനത്തിൽ ഇരുന്ന പൊழுது അവർക്ക് കൊടുക്കപ്പെട്ട വാഗ്ദത്തത്തെ നാം ഇങ്ങ് പാർக்கிறோம். They were really under bondage. ശരിക്കും അവർ ഒരു ദാസ്യസ്ഥിതിയിലായിരുന്നു. അവർ അടിമത്തനത്തിൽ ഉഴണ്ടുകൊണ്ടിരുന്നാர்கள். They did not have any peace, they did not have any rest nor any hope. അവർക്ക് യാതൊരുവിധമായ സമാധാനമോ സ്വസ്ഥതയോ ആശയ്ക്ക് വകയോ ഇല്ലായിരുന്നു. അവർക്ക് ഇളൈപ്പാർതലോ യാതൊരു നിമ്മതിയോ എന്ത് വിധത്തിൽ ഒരു നമ്പിക്കയോ ഇല്ലാமல் ഇരുന്നത്. Now the living God is sending Moses to speak to them. ഇപ്പോൾ ജീവിക്കുന്ന ദൈവം അവരോട് സംസാരിക്കുവാൻ മോശയെ അയക്കുന്നു. ജീവനുള്ള ദേവൻ അവരിടത്തിൽ പേസുപടി മോശയെ അനുപ്പുகிறாർ. Not because of their own righteousness, because of the righteousness of the forefathers. അവരുടെ നീതി നിമിത്തവുമല്ല, അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ നീതി നിമിത്തം. അവരുടെ നീതിയിനാൽ അല്ല, അവരുടെ പൂർവ്വപിതാക്കളുടെ നീതി നിമിത്തமாக. First of all he says, I am the Lord. അതുകൊണ്ട് അവൻ താൻ പറയുന്നു, ഞാൻ യഹോവയാകുന്നു. முதலாவது அவர் சொல்லுகிறார், நானே கர்த்தர். Omnipotent, സർവശക്തൻ, സർവ വല്ലമയുള്ളവർ, who is faithful in my promises. വാഗ്ദത്തങ്ങളിലെല്ലാം വിശ്വസ്തനായ ദൈവം. വാഗ്ദത്തങ്ങളിൽ ഉണ്മയുള്ളവർ. Nothing is impossible for me. എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. എന്നാൽ കൂടാതെ കാര്യം ഒന്നുമില്ലേ. And he says, he introduces himself as God of Abraham, Isaac and Jacob. താൻ തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ആബ്രഹാമുക്കും ഈസാക്കുക്കും യാക്കോബുക്കും ഉള്ള ദേവൻ എന്ന് തന്നെത്താനെ അറിമുഖപ്പെടുത്തുகிறாർ. When these children of Israel are going through a rough path, ഈ ഇസ്രായേൽ ജനം ഒരു കഠിന പാതയിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഇസ്രായേൽ ജനങ്ങൾ ഒരു വരണ്ട പാതയിൽ കടന്നു പോണപ്പോൾ, these words are just coming out of nowhere, bringing light to the dark soul. എവിടെ നിന്നോ എന്നറിയാതെ ആ അന്ധകാര മേഖലയിൽ പ്രകാശം നൽകുന്ന വാക്കുകൾ ഇതായി കടന്നു വരുന്നു. இந்த வார்த்தைகள் இருள் சூழ்ந்தவர்கள் வாழ்க்கையில் வெளிச்சத்தை எங்கிருந்தோ கொண்டு வருகிறதாய் காணப்பட்டது. All these days the understanding that they had was, we have heard about God, we heard about so many things about God, but now nothing is happening. അവർ പറയുകയാണ്, ഈ നാളുകളിൽ
ഞങ്ങൾ ദൈവത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഈ നാൾ ഇതുവരെയും ഒന്നും സംഭവിച്ചിരുന്നില്ല. நாங்கள் தேவனை குறித்து அநேக காரியங்கள் கேள்விப்பட்டிருந்தாலும் இதுவரையும் ஒன்றும் நடக்கவில்லை என்று அந்த நிலவரத்தில் இருந்தார்கள். He has done a miracle in the life of Abraham, Isaac and Jacob. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തിരുന്നു. ஆபிரகாமுடைய ஈசாக்குடைய யாக்கோபுடைய வாழ்க்கையில் தேவன் பல அற்புதங்களை செய்திருந்தார். But now we are under bondage. So where is that God? ഞങ്ങൾ പക്ഷേ അടിമത്തത്തിലാണല്ലോ, ആ ദൈവം എവിടെ? நாங்கள் இப்பொழுது அடிமைத்தனத்தில் இருக்கிறோமே, அந்த தேவன் எங்கே? Dear child of God, we are on the first day of the convention. പ്രിയ ദൈവമക്കളെ, നമ്മളിപ്പോൾ കൺവെൻഷന്റെ ഒന്നാം ദിനത്തിലാണ്. பிரியமானவர்களே, இந்த கன்வென்ஷனுடைய முதலாம் நாள் கூட்டத்தில் இருக்கிறோம். The journey of the children of Israel, it's a type for the spiritual journey of a child of God from darkness to light and from hopelessness to hope. ഇസ്രായേൽ മക്കളുടെ ആ മിസ്രയീമിൽ നിന്നുള്ളതായ യാത്രയെന്ന് പറയുന്നത് ആശയറ്റതായ അവസ്ഥയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ളതായ, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയുടെ ഒരു ദൃഷ്ടാന്തമാണ്. இஸ்ரவேல் ஜனங்களுடைய இந்த பிரயாணம் ஆவிக்குரிய ஜீவன் ஜீவிக்கிற ஒரு மனிதனுக்கு இருளிலிருந்து வெளிச்சத்துக்கும் நம்பிக்கையில்லாத வாழ்க்கையிலிருந்து நம்பிக்கைக்கு நேரே போகிறதான ஒரு ஜீவத்துக்கு நிழலாய் இருக்கிறது. Sometimes you would have come here without hope. ഒരുപക്ഷെ നിങ്ങളിവിടെ ആശയറ്റവരായി വന്നിരിക്കാം. ஒருவேளை நீங்கள் இங்கு நம்பிக்கையில்லாத நிலவரத்தில் வந்திருக்கலாம். You may be a Christian, you may be a Pentecostalist, you may be a nominal Christian, you may be a non-Christian, it doesn't matter. നിങ്ങൾ ഒരുപക്ഷെ ക്രിസ്ത്യാനിയായേക്കാം, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരനായേക്കാം, ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായേക്കാം, ഒരുപക്ഷെ അക്രൈസ്തവനുമായിരുന്നേക്കാം. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. நீங்கள் ஒரு கிறிஸ்தவராயிருக்கலாம், பெந்தேகோஸ்தியக்காரராயிருக்கலாம், இல்லைங்க பெயரளவுக்கு கிறிஸ்தவர்களாயிருக்கலாம், இல்லை இந்த அனுபவங்கள் எதுவும் இல்லாதவர்களாயிருக்கலாம். இதெல்லாம் ஒரு காரியமல்ல. Even tonight, Lord God of Abraham, Isaac and Jacob, they are here. He is here among us. ഇന്ന് രാത്രിയിൽ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം താൻ നമ്മുടെ മധ്യത്തിൽ, താൻ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. இன்று இந்த நேரத்தில் அபிரகாமுடைய ஈசாக்குடைய தேவன் நம்முடைய மத்தியில் காணப்படுகிறார். They were burdened, they were under bondage. അവർ അടിമത്തത്തിലായിരുന്നു, അവർ ദാസ്യസ്ഥിതിയിലായിരുന്നു. அவர்கள் பாரம் நிறைந்திருந்தார்கள், அடிமைத்தனத்துக்குட்பட்டிருந்தார்கள். No rest, no respite. സ്വസ്ഥതയില്ല, യാതൊരുവിധമായ ആശ്വാസവുമില്ലാത്തവരായിരുന്നു. அவர்களுக்கு இளைப்பாறுதலும் இல்லை, ஆறுதலும் இல்லை. You would have come in that condition today. ഇന്ന് രാത്രി ഇതേ സ്ഥിതിയിലായിരിക്കാം നിങ്ങൾ വന്നിരിക്കുന്നത്. ஒருவேளை நீங்களும் இந்த நிலவரத்தில் இங்கு கடந்து வந்திருக்கலாம். The Spirit of God is speaking to you tonight. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. இன்று இரவு கர்த்தருடைய ஆவியானவர் உங்களிடத்தில் பேசுகிறார். First of all, he says, I am the Lord. ആദ്യം പറയുന്നു, ഞാൻ കർത്താവാകുന്നു. முதலாவது ஆண்டவர் சொல்லுகிறார், நானே கர்த்தர். Only potentate. സർവശക്തിയുള്ള കർത്താവ്, സർവ വല്ലമയുള്ളവർ. There is nothing called impossible in the Lord's dictionary. ദൈവത്തിന്റെ നിഘണ്ടുവിൽ അസാധ്യം എന്നൊരു പദമില്ല. தேவனுடைய அகராதியில் முடியாதென்கிற காரியமே இல்லை. Sometimes as you are hearkening to this message, even devil also may be whispering in your ears. ഒരുപക്ഷെ നിങ്ങൾ ഈ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാത്രയിൽ തന്നെയും പിശാച് നിങ്ങളുടെ കാതുകളിൽ മന്ത്രിക്കുന്നുണ്ടായിരിക്കാം. நீங்கள் இந்த செய்தியை கேட்டுக்கொண்டிருக்கும் பொழுது ஏதாயிலும் பிசாசு உள்ள காதுகளில் முணுமுணுத்து கொண்டிருப்பான். You are just wasting your time. നീ വെറുതെ സമയം കളയുന്നു. நீ ஏன் நேரத்தை வீணாய் செலவாக்குகிறாய்? So this message may be for someone else. It may not be. It is not for you. ഇത് മറ്റാർക്കെങ്കിലൊക്കെ ആയിരിക്കും. ഇതൊന്നും നിനക്കുള്ള കാര്യമല്ല. இந்த தூது வேறு யாருக்காயிலும் இருக்கும், உனக்குள்ளதல்ல. Dear child of God, you must understand that you are not here by chance. പ്രിയ ദൈവവേദലേ, നീ വ്യക്തമായി മനസ്സിലാക്കണം, നീ ഇവിടെ ആകസ്മികമായി വന്നതല്ല. அருமையான தேவனுடைய பிள்ளையே, ஒரு காரியத்தை புரிந்து கொள்ள வேண்டும். நீ தற்செயலாய் இங்கு வந்தவன் அல்ல. God has brought you here with a specific purpose. വ്യക്തമായ ഉദ്ദേശത്തോടുകൂടി ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഒരു വിശേഷ നോക്കത്തോടുകൂടെ ദേവൻ താൻ ഉണങ്ങി കൊണ്ടുവന്നിരിക്കുകയാണ്. What is the first point here? എന്താണ് ഇവിടുത്തെ ഒന്നാമത്തെ വിഷയം? ഇങ്ങ இருக்கிறது முதலாவது காரியம் என்ன? I will bring you out from your burdens. നിങ്ങളുടെ ഊഴിയ വേലയിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കും. உங்களுடைய அடிமை வேலையில் இருந்து நான் உங்களை வெளியே கொண்டு வருவேன். So we have burdens of different kind. പലവിധ ഭാര ചുമടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. நம்முடைய வாழ்க்கையில் अनेक சுமைகள் இருக்கிறது. I'll just mention about 4 burdens in the Bible. There may be many more also.
പല കാര്യങ്ങൾ അനവധിയായി ഉണ്ടായേക്കാം. വേദപുസ്തകത്തിൽ നിന്ന് 4 ഭാരങ്ങളെക്കുറിച്ച് പറയാം. அநேக பாரங்கள் இருக்கலாம், ஆனால் 4 விதமான சுமைகளை பாரங்களை குறித்து நான் சொல்லுகிறேன். There were a similar scenario during Jesus' time also. യേശുവിന്റെ കാലത്തും ഇതുപോലെ ഒരു രംഗപശ്ചാത്തലം ഉണ്ടായിരുന്നു. இயேசுவின் காலத்தில் இதுபோல ஒரு காட்சி அரங்கேறியது. The Jews were burdened by the oppression, by the tributes and taxes they had to pay. യഹൂദന്മാർ തങ്ങൾ ചുമത്തേണ്ടി വന്ന നികുതി, ചുങ്കം, ഈ ഭാരങ്ങളാൽ അവർ വല്ലാതെ അടിച്ചമർത്തപ്പെട്ടിരുന്നു. யூதர்கள் தாங்கள் செலுத்த வேண்டிய வரிகளால் மிகவும் வருத்தமுற்று பாரப்பட்டிருந்தார்கள். And Jesus gives them invitation, come unto me all ye that labor and are heavy laden, and I will give you rest. യേശു അവർക്ക് ഇപ്രകാരം ഒരു ആഹ്വാനം നൽകുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. இயேசு அவர்களுக்கு நேரு அழைப்பு விடுகிறாரா, வருத்தப்பட்டு பாரம் சுமக்கிறவர்களே நீங்கள் எல்லாரும் என்னிடத்தில் வாருங்கள், நான் உங்களுக்கு இளைப்பாறுதல் தருவேன். So I'll just mention about 4 or 5 burdens today. 4-5 ഭാരങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പരാമർശിക്കാം. இன்று நான் உங்களுக்கு 4-5 பாரங்களை குறித்து, சுமைகளை குறித்து சொல்லுகிறேன். First and foremost, it is burden of sin. അതിൽ പ്രഥമവും പ്രധാനവും എന്നത് പാപത്തിന്റെ ഭാരം. அதில் முதலாவதும் முக்கியமானதுமானது பாவச்சுமை. Man is burdened not because of anyone else or anything else. He is burdened about his own sin. മനുഷ്യൻ എന്തെങ്കിലും പ്രവൃത്തികളാലും എന്തെങ്കിലും മറ്റൊന്നിനാലുമോ അല്ല, സ്വന്തം പാപത്തിന്റെ ചുമട് ചുമന്നാണ് അവൻ വലയുന്നത്. மனிதன் ஏதோ ஒரு காரியத்தினால் அல்ல, தன்னுடைய தான் செய்த சொந்த பாவங்களினால் அந்த பாரத்தை சுமந்துதான் அவன் தவிக்கிறான். When we turn to the book of Psalms 38 verse 4. 38-ാം സങ്കീർത്തനം 4-ാമത്തെ വചനത്തിൽ, 38-ാം സങ്കീർത്തനം 4-ാം വചനത്തിൽ, എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. என் அக்கிரமங்கள் என் தலைக்கு மேலாக பெருகிட்டு அவைகள் பார சுமை போல என்னால் தாங்க கூடாத பாரமாயிற்று. For mine iniquities are gone over mine head as an heavy burden. They are too heavy for me. Is there something called burden of sin? പാപത്തിന്റേതായ ചുമട് എന്ന് പറയുന്ന ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നു. பாவபாரம், பாவசுமை என்ற ஒரு காரியம் சொல்லப்பட்டிருக்கிறதா? Many of you would have read that book, Pilgrim's Journey, Pilgrim's Progress. പരദേശി മോക്ഷയാത്ര എന്ന ഒരു പുസ്തകം നിങ്ങൾ വായിച്ചു കാണും. மோட்சயாத்திரையோ பிரயாணம் என்கிறதான புத்தகத்தை உங்களில் பலரும் வாசித்திருப்பீர்கள். We had a pastor called Pastor M.J. Matthew. M.J. Matthew എന്ന പേരിൽ നമുക്കൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. M.J. Matthew എன்கிறதான ഒരു പാസ്റ്റർ നമുക്ക് இருந்தார். He would often tell our workers, everyone must have a copy of that book. Every servant of God must have a copy of that book. താൻ ശുശ്രൂഷകരോട് പറയാറുണ്ട്, ഓരോ ശുശ്രൂഷകനും നിർബന്ധമായും അതിന്റെ ഒരു പ്രതിയെങ്കിലും തന്റെ പക്കൽ വെച്ചിരിക്കണം. அவர் கட்டாயமாக எல்லா ஊழியர்களுக்கும் அந்த புத்தகத்தின் ஒரு நகலாவது நீங்கள் வைத்திருக்க வேண்டும் என்று சொல்லுவார். It was a vision which a person called John Bunyan saw. ജോൺ ബന്നിന് ലഭിച്ചതായ ഒരു ദർശനമാണ് ആ പുസ്തകം. ஜான் பனியன் அவர்களுக்கு கிடைத்ததான தரிசனம் தான் அந்த புத்தகம். So a person who's called, he was a sinner, he was burdened and he was stooping down. ഒരു വ്യക്തി ഉണ്ടായിരുന്നു, താൻ ഒരു പാപിയാണ്, ആ പാപ ചുമട് ചുമന്ന് താൻ വളഞ്ഞു കുനിപ്പോയി. ஒரு மனிதன், பாவியாய் ஒரு மனிதன் இருந்தான். அந்த பாவ சுமையை, பாரத்தை சுமந்து அவன் குனிந்து போனான். He was in a place called the city of destruction. നാശപുരിയിലായിരുന്നു അവന്റെ പാർപ്പ്. நாசபுரி என்கிற இடத்தில் தான் அவன் வசித்து வந்தான். To cut the story short, ചുരുക്കി പറയട്ടെ, கதை சுருக்கமாய் சொல்லுகிறேன். he comes to the cross and lays all his burdens there. എന്നാൽ ക്രൂശിന്റെ ചുവട്ടിലെത്തിയപ്പോൾ അവന്റെ ഭാര ചുമട് അവനെ വിട്ടുരുണ്ടു പോയി. அவன் சிலுவையின் அடிவாரத்தில் வந்த பொழுது அவன் பார சுமை அவனை விட்டு அகன்று போனது. Whether you are a Christian, whether you are a Pentecostalist, or you may belong to any other religion, you and I were born as sinners. ഒരുപക്ഷെ നിങ്ങൾ ക്രിസ്ത്യാനിയായിരിക്കാം, ഒരു പെന്തക്കോസ്തുകാരനായിരിക്കാം, ഏത് മതത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നാലും നിങ്ങളും ഞാനും ജനിച്ചത് പാപികളായിട്ടാണ്. நீங்கள் ஒரு கிறிஸ்தவனாய், பெந்தேகோஸ்தேக்காரனாய், இல்லாவிட்டால் வேத எதெങ്കിലും மதத்தில்பட்டவராயிருக்கலாம். ஆனால் நீங்களோ நானோ பிறக்கும் பொழுதே ஒரு பாவத்தை சுமந்து கொண்டுதான் பிறக்கிறோம். By our rituals and by our having a holy dip in some rivers and by long pilgrimages, we will not be delivered from that. നിങ്ങളുടെ ചടങ്ങുകൾ, നിങ്ങളുടെ ആചാരങ്ങൾ, തീർത്ഥാടനങ്ങൾ, പുണ്യപ്രവൃത്തികളാൽ ഒന്നും
നിങ്ങൾക്ക് ഈ പാപച്ചുമടുകളിൽ നിന്ന് സ്വതന്ത്രനാകുവാൻ സാധ്യമല്ല. நம்முடைய சடங்குகளினாலோ புண்ணிய ஸ்நானங்களினாலோ புண்ணிய யாத்திரை செய்கிறதினாலோ இந்த பாவ சுமையிலிருந்து நமக்கு விடுபட முடியாது. It's for that purpose Jesus came into this world as a sinless sacrifice. എന്നാൽ ഈ ഉദ്ദേശത്തിനു വേണ്ടി കർത്താവായ യേശുക്രിസ്തു പാപരഹിതമായ നിഷ്കളങ്ക യാഗമായി ലോകത്തിലേക്ക് കടന്നു വന്നു. இந்த காரணத்துக்காக தான் ஆண்டவராகிய இயேசு கிறிஸ்து பாவ பரிகரிக்க பாவம் இல்லாத ஒரு பலியாக இந்த பூமியில் கடந்து வந்தார். No human being, not even Mary or so-called saints, can deliver you, can rid you of your sins. ഒരു മനുഷ്യനും മറിയയ്ക്ക് പോലും അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യവാന്മാർക്കും നിങ്ങളുടെ പാപത്തിന്റെ ബന്ധനത്തിൽ നിങ്ങളെ വിടുവിക്കുവാൻ വീണ്ടെടുക്കുവാൻ സാധ്യമല്ല. எந்த ஒரு மனிதரோ புனிதர்களோ மரியாமா அவர்களோ யாராகிலும் இந்த பாவ சுமையிலிருந்து உங்களை விடுவிக்க முடியாது. Jesus was sent in order to bear your sins. നിങ്ങളുടെ പാപം ചുമക്കുവാനാണ് യേശുനാഥൻ അയക്കപ്പെട്ടത്. உங்களுடைய பாவத்தை சுமக்கும்படியாகத்தான் அருள்நாதர் இயேசு அனுப்பப்பட்டார். So then John looks at him and says, "Behold, lo, the Lamb of God who taketh away the sins of the whole world." തന്നെ ഉറ്റുനോക്കിയ യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. அவரை உற்று பார்த்துக்கொண்டு யோவான் சொல்லுகிறார், உலகத்தின் பாவத்தை சுமந்து தீர்க்கிற தேவாட்டுக்குட்டி. Sometimes you may be burdened about your sins. ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. ஒருவேளை நீங்கள் பாவங்களை நினைத்து அதிகம் பாரப்படுகிறவர்களாய் காணப்படலாம். This message is not only for the newcomers or sinners, so-called sinners. It is for the backsliders too. ഈ ദൂത് എന്ന് പറയുന്നത് നവാഗതർക്ക് അല്ലെങ്കിൽ പാപികളെന്ന് വിളിക്കപ്പെടുന്നവർക്ക് മാത്രമല്ല, പിന്മാറിപ്പോയവർക്കും കൂടെയുള്ളതാണ്. இந்த தூது புதிதாய் வந்தவர்களுக்கோ பாவிகளுக்கோ மாத்திரமல்ல, பின்மாற்றத்தில் இருக்கிறவர்களுக்கும் கூட. Some of you would have run this race for a long time and you would have departed from God, hardening your hearts, turning your backs to the Lord. ഒരുപക്ഷേ ദീർഘകാലം ഈ പാതയിൽ ഓട്ടമോടുകയും എന്നാൽ പിന്നീട് ഹൃദയം കഠിനപ്പെട്ട് നിങ്ങൾ ദൈവത്തിന് പുറംതിരിഞ്ഞ് പോകുന്ന വ്യക്തിയായിരിക്കാം. ஒருவேளை நீங்கள் அதிக நாட்களாக இந்த பிரயாணம் செய்து கொண்டு ஹிருதய கடினத்தின் நிமித்தம் ஆண்டவருக்கு புறமுதுகை காட்டுகிறவர்களாய் காணப்படலாம். What does your heart say? What does your conscience say? Are you happy? Are you at peace? നിന്റെ മനസ്സാക്ഷി എന്ത് പറയുന്നു? നിന്റെ ഹൃദയം പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? നിനക്ക് ശരിയായ സമാധാനം നിന്റെ ഉള്ളത്തിലുണ്ടോ? உங்களுடைய இருதயம், உங்களுடைய மனசாட்சி என்ன சொல்லுகிறது? சரியான சமாதானம் உங்களுக்குள் காணப்படுகிறதா? What are you supposed to do? നീ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? என்னதான் செய்ய வேண்டும்? You need not pay any money for that. You need not do anything. നീ ഒരു പണമൊന്നും ചെലവാക്കണ്ട, നീയായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. நீ பணத்தை செலவாக்க வேண்டாம், நீங்களாக ஒன்றும் செய்ய வேண்டாம். In the same Psalms, that is Psalms 38 verse 18, what does the psalmist say? അതേ സങ്കീർത്തനം 38:18 സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത്? 38 சங்கீதத்தின் 18 வசனத்தில் சங்கீதக்காரன் என்ன சொல்லுகிறார்? ഞാൻ എന്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു, എന്റെ പാപത്തെ കുറിച്ച് ദുഃഖിക്കുന്നു. என் அக்கிரமத்தை நான் அறிக்கையிட்டு என் பாவத்து நிமித்தம் விசாரப்படுகிறேன். This is the first day of the convention. നമ്മുടെ കൺവെൻഷന്റെ ഒന്നാം ദിനമാണല്ലോ. இது நம்முடைய கன்வென்ஷன் முதலாம் நாளாக இருக்கிறது. If you have not confessed your sins, confess them to Jesus. പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടില്ലേ, കർത്താവായ യേശുവിനോട് നിങ്ങളുടെ പാപങ്ങളെല്ലാം തുറന്നു പറയൂ. உங்களுடைய பாவங்களை நீங்கள் அறிக்கை செய்யாமல் இருப்பீர்களானால் ஆண்டவராகிய இயேசு கிறிஸ்துவிடத்தில் உங்களுடைய பாவங்களை தொடர்ந்து சொல்லுங்கள். He is an omniscient God. അവൻ സർവജ്ഞാനിയായ ദൈവം കൂടി. அவர் சர்வஞானியாகவும் காணப்படுகிறார். He knows not only what you have done and what you have spoken, he knows in the intents of your heart too. നീ എന്ത് ചെയ്തു, നീ എന്ത് പ്രവർത്തിച്ചു എന്നെല്ലാം അറിയുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ നിന്റെ വിചാരങ്ങൾ, നിരൂപണങ്ങൾ പോലും ദൈവത്തിനറിയാം. நீங்கள் என்ன செய்தீர்கள், என்ன பேசினீர்கள் என்பது மாத்திரமல்ல, உங்களுடைய இருதயத்தின் நினைவுகளையும் அவர் அறிந்தவராயிருக்கிறார். Many of us Christians know that verse in 1 John chapter 1 verse 9. If we confess our sins, he is faithful and just to forgive our sins and cleanse us from all unrighteousness. യോഹന്നാൻ 1:9 അത് ക്രിസ്ത്യാനികൾക്ക് പലർക്കും അറിയുകയില്ല. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. 1 யோவான் 1:9 நாம் காண்கிறது போல நம்முடைய பாவங்களை நாம் அறிக்கையிட்டால் பாவங்களை நமக்கு மன்னித்து எல்லா நியாயத்தையும் நீக்கி நம்மை சுத்திகரிப்பதற்கு அவர் உண்மையும் நீதியும் உள்ளவராயிருக்கிறார். As a beloved sister testified, she was a Christian, born Christian, but she had never read the Bible.
ഇപ്പോൾ പ്രിയ സഹോദരി സാക്ഷി പറഞ്ഞല്ലോ, ജനിച്ചതൊരു ക്രിസ്ത്യാനിയായിട്ടാണ്, പക്ഷെ വേദപുസ്തകം വായിച്ചിട്ടില്ല. அருமையான ஒரு சகோதரி இப்ப சாட்சி சொன்னார்களே, கிறிஸ்தவர்களாகத்தான் அவர்கள் பிறந்தார்கள், ஆனால் வேதம் வாசித்ததில்லை. Praise be to God. ദൈവത്തിന് സ്തോത്രം. அதற்கு ஸ்தோத்திரம். Go through the word of God. What does the word of God say? തിരുവചനത്തെ പരിധി നോക്കുക, അതെന്താണ് പറയുന്നത്? கர்த்தருடைய வசனத்தை படித்து பாருங்கள், அது என்ன சொல்லுகிறது. Today you are not going to depart from this hall, from this convention without being relieved of this burden of sin. ഇന്ന് ഈ പാപച്ചുമടൊഴിഞ്ഞ് ആശ്വാസം പ്രാപിക്കാതെ ഈ സ്ഥലം വിട്ട് നിങ്ങൾ കടന്നു പോവുകയില്ല. இன்று நீங்கள் இந்த பாவ சுமையிலிருந்து விடுதலை பெறாமல் இந்த பந்தலை விட்டு நீங்கள் போகிறதில்லை. As we see in the book of Proverbs, today do not boast of tomorrow. We don't know what will happen within a day. സദൃശവാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസം എന്തൊക്കെ സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ല. நீதிமொழிகளில் நாம் காண்கிறது போல, நாளை நினைத்து பெருமை பாராட்டாதே, நாளை என்ன சம்பவிக்கும் என்று நீ அறியாயே. The devil says tomorrow, much later, afterwards. പിശാച് പറയും നാളെ ആകട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ, പിന്നീടാകട്ടെ. பிசாசு சொல்லுவான், நாளைக்கு பார்க்கலாம், பின்ன கொஞ்சம் நாள் ஆகட்டும், பின்ன பார்க்கலாம் என்று. But the word of God says, today is the day of salvation. Today is the accepted time. We don't know what will happen within one day. തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നാകുന്നു രക്ഷാദിവസം, ഇന്നാകുന്നു സുപ്രസാദകാലം, ഒരു ദിവസത്തിനുള്ളിൽ എന്തൊക്കെ നടക്കുമെന്ന് നീ അറിയുന്നില്ല. வேதம் சொல்லுகிறது, இன்று ரட்சணிய நாள், இந்த அனுகிரக காலம், நாளை என்ன சம்பவிக்கும் என்று நமக்கு தெரியாதே. Praise be to God. ദൈവത്തിന് സ്തോത്രം. அதற்கு ஸ்தோத்திரம். About the second burden we see in the book of Job chapter 6. ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഭാരം കാണാം. இரண்டாவது பாரத்தை குறித்து யோபின் புஸ்தகம் 6-ாம் அதிகாரத்தில் நாம் பார்க்கலாம். Verses 2 and 3. 2-3 വചനങ്ങൾ. 2-3 വചനങ്ങൾ. അയ്യോ, എന്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ, എന്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വെച്ചെങ്കിൽ, അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത്, അതുകൊണ്ട് എന്റെ വാക്ക് തെറ്റിപ്പോകുന്നു. Oh, that my grief were truly weighed, and my calamity laid in the balances together, for now it would be heavier than the sand of the sea, therefore my words are swallowed up. Praise be to God. ദൈവത്തിന് സ്തോത്രം. My burden, they are heavier than the sand of the sea. എന്റെ ഭാരം കടൽപ്പുറത്തെ മണലിനേക്കാൾ അധികമാണ്. என்னுடைய பாரம் கடற்கரை மணலை பார்க்கலும் அதிகமாக இருக்கிறது. What had happened to him? തനിക്ക് എന്താണ് സംഭവിച്ചത്? அவருக்கு என்ன சம்பவித்தது? Disaster had struck that family. ആ കുടുംബത്തിൽ ദുരന്തം അലയടിച്ചു. பெரிய ஒரு பாதகம் அவருடைய குடும்பத்தின் நேரே வீசினது. 10 coffins at the same time. ഒരേ സമയത്ത് 10 ശവപ്പെട്ടികൾ. ഒരേ നാളിൽ 10 ശവപ്പെട്ടികൾ. Apart from that, other servants of servants also. അതോടുകൂടി എത്രയോ വേലക്കാരുടെയും മൃതദേഹങ്ങൾ. അതോടുകൂടെ അനേക ഊഴിയர்களுடையதான അനേക വേലക്കാരരുடைய ശവപ്പെട്ടികൾ കൂടെ. Maybe you would have seen 1 coffin, 2 coffins, or 3 maximum. ഒരുപക്ഷെ നിങ്ങൾ 1 2 കൂടിപ്പോയാൽ 3 ശവപ്പെട്ടികൾ ഒരുമിച്ച് കണ്ടിരുന്നേക്കാം. ഒരുവേളை நீங்கள் 1 2 3 ശവപ്പെട്ടികൾ ഒന്നായി பார்த்திருக்கலாம். But here what do we see here? Calamity had struck him. എന്നാൽ ഇവിടെ എന്താണ് നോക്കുന്നത്? ഈ കുടുംബത്തെ വിപത്ത് ആക്രമിച്ചു. ஆனால் இங்க பாருங்கள், இயற்கை சீற்றங்கள் இந்த குடும்பத்தை சந்தித்திருக்கிறது. Sometimes you would have come here in that predicament. ഒരുപക്ഷെ ഈ വിധമായ ഒരു പരിതാപകരമായ അവസ്ഥയിലും വന്നിരിക്കാം. ഒരുവേളை நீங்கள் இப்படிப்பட்டதான பரிதபிக்கப்பட்ட நிலவரத்தில் வந்திருக்கலாம். Who's there to pity? Who's there to have compassion towards me? Who will solve this problem? സഹതാപം കാണിക്കാൻ ആരുണ്ട്? മനസ്സലിവ് കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആര് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും? எனக்கு தயவு காட்டும்படி, என்னேல் மனதுருகும்படி, என் பிரச்சனைகளுக்கு பரிகாரம் தரும்படி யார் இருக்கிறார்கள்? There was a person, he was a non-Christian. ഒരു വ്യക്തി ഉണ്ടായിരുന്നു, താനൊരു അക്രൈസ്തവനായിരുന്നു. ഒരു ക്രിസ്തവനല്ലാത്ത ഒരു നബർ இருந்தார். So then he wanted to commit suicide because of so many problems. പല പ്രശ്നങ്ങൾ നിമിത്തം ആത്മഹത്യ ചെയ്യാമെന്ന് താൻ ചിന്തിച്ചു. പല പ്രശ്നങ്ങൾ നിമിത്തமாக தன்னை தான் சூசைட் செய்ய வேண்டும் என்று நினைத்தார். So he was in the cine field. He was in the cinema field. താൻ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. സിനിമാ തുറയിൽപ്പെട്ടവരായിരുന്നാർ. So he had borrowed he was not only an actor, he was also a producer, a film producer. താനൊരു നടൻ മാത്രമല്ല, ഒരു ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു. ധാരാളം കടം വാങ്ങേണ്ടിയിരുന്നു. അവർ നടികർ മാത്രമല്ല, തയ്യാറിപ്പാളരും കൂടെ അത് നിമിത്തമായി പല പണത്തെ അവർ വാങ്ങ വേണ്ടിയിരുന്നത്. Cinema actor, director and producer.
താൻ ഒരു നടനും സംവിധായകനും നിർമ്മാതാവുമായിരുന്നു. സിനിമാ നടികനും ഇയക്കുനരും തയ്യാറിപ്പാളരും. When he was drowned in debts. എന്നാൽ താൻ മയക്കുമരുന്നിന് മുങ്ങിത്താണ്. കടനിൽ അവർ മുഴുകിപ്പോയിരുന്നാർ. Drowned in debts. താൻ കടത്തിൽ മുങ്ങിത്താണ്. Then he did not know how to solve that. എങ്ങനെ ഇത് പരിഹരിക്കുമെന്ന് അറിഞ്ഞില്ല. இதற்கு പരിഹാരം தெரியாமல் காணப்பட்டார். Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். So then he was afraid to pick up the telephone also. ആ ടെലിഫോൺ മണി മുഴങ്ങുമ്പോൾ അത് എടുക്കാൻ പോലും താൻ ഭയപ്പെട്ടു. അങ്ങ് தொலைபேசி എടുക്ക കൂടെ അവർ ഭയപ്പെട്ടാർ. Always threatening voice on the other side. മറുഭാഗത്തു നിന്ന് ഭീഷണിയുടെ സ്വരമാണ് കേൾക്കുന്നത്. எப்பொழுதும் பயமுறுத்துகிறதான சத்தத்தை கேட்டுக்கொண்டிருந்தார். Gundas would be after him and then said that I will finish you off if you don't pay by this time. ഈ കടമടച്ചില്ലെങ്കിൽ നിന്നെ തീർത്തു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഗുണ്ടകൾ തന്നെ പിന്തുടർന്നു. இந்த சமயத்துக்குள்ள இந்த பணத்தை திருப்பி கட்டாவிட்டால் உன்னை முடித்து விடுவோம் என்று சொல்லுகிறதான அநேக குண்டாஸ் உண்டாயிருந்தார்கள். So one day he thought, let me finish my life. ഒരു ദിവസം ജീവിതം അവസാനിപ്പിക്കാമെന്ന് താൻ കരുതി. ஒரு நாள் தன் ஜீவியத்தை முடித்துக் கொள்ளலாம், தற்கொலை செய்து கொள்ளலாம் என்று முடிவு செய்தார். He took a rope and put the noose around his neck. താൻ ഒരു കയറെടുത്ത് കഴുത്തിൽ കുരുക്കിട്ടു. அவர் ஒரு கயிறை எடுத்து கழுத்தில் சுற்றி கொண்டார். Now he is hearing a strange voice. എന്നാൽ ഒരു അപരിചിതമായ ശബ്ദം. ஆனால் இதுவரை கேட்டில்லாத ஒரு புதிய சத்தம் கேட்டார். So then I can help you. നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയും. நான் உனக்கு உதவி செய்கிறேன். I am your father. ഞാൻ നിന്റെ പിതാവ്. நான் உன்னுடைய தகப்பன். All that you have to do is നീ ചെയ്യേണ്ടത് ഇതാണ്. நீ செய்ய வேண்டியதெல்லாம். There is a similar verse in the book of Jeremiah chapter 3. യിരെമ്യാ പ്രവചനം 3-ാം അധ്യായത്തിൽ സമാനമായ ഒരു വാചകമുണ്ട്. இதற்கு இணையான ஒரு வார்த்தை தான் எரேமியா தீர்க்கதரிசன புத்தகம் 3-ஆம் அதிகாரத்தில் இருக்கிறது. The voice that he was hearing is, will you call me my father? I can clear all your debts within 24 hours. നീ എന്നെ അപ്പാ എന്ന് വിളിക്കുമെങ്കിൽ, പിതാവേ എന്ന് വിളിക്കുമെങ്കിൽ 24 മണിക്കൂറിൽ നിന്റെ കടത്തിന്റെ പരിഹാരം ഞാൻ വരുത്തും. என்னை நீ உன் பிதாவே என்று நீ கூப்பிடுவாயானால் 24 மணி நேரத்தில் உன் கடன் பிரச்சனையை நான் தீர்க்கிறேன். He could not believe his ears. How can, to the tune of so many lakhs, I'm mentioning about something which happened about 20 or 30 years back. ഞാനൊരു 20-30 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. താൻ തന്നെ വിസ്മയിച്ചു നിൽക്കുകയാണ്, ഇത്രമാത്രം ലക്ഷങ്ങളുടെ കടം എങ്ങനെ തീർക്കും. 20-30 வருடங்களுக்கு முன்பு நடந்ததான சம்பவத்தை நான் சொல்லுகிறேன். இவர் தானே அந்த சத்தத்தை கேட்ட பொழுது அதிசயித்து போயிருந்தார். எத்தனையோ லட்சங்கள் உள்ள கடன் எப்படி அடைக்கப்படும்? And anyway he believed that word. എന്നാലും താൻ ആ വാക്കുകളെ വിശ്വസിച്ചു. என்றாலும் அந்த வார்த்தையை அவர் விசுவாசித்தார். You may be in a situation like this. Sometimes it may not be debts, it may be something else. ഒരുപക്ഷെ നിങ്ങളും ഇതുപോലത്തെ ഒരു അവസ്ഥയിലാകാം. കടമായിരിക്കുകയില്ല, പക്ഷെ മറ്റെന്തെങ്കിലും ആകാം. நீங்களும் ஒருவேளை இந்த நிலவரத்தில் காணப்படலாம். ஒருவேளை கடன் இல்லாவிட்டால் வேறு ஏதாவது காரியங்களாயிருக்கலாம். I don't see any solution. How can I come out of it? ഒരു പരിഹാരവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ, ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരും? எந்த விதத்திலும் இதற்கு ஒரு பரிகாரம் பார்க்கிறது இல்லையே, எப்படி நான் வெளியே வருவேன்? He obeyed the voice of God. താൻ ദൈവത്തിന്റെ വാക്കനുസരിച്ചു. தேவனுடைய வார்த்தையை நம்பினார். He says, Jesus. He saw Jesus. He said, Jesus, my father. താൻ യേശുവിനെ കണ്ടു. താൻ യേശുവേ നീ എന്റെ പിതാവ്. அவர் சொன்னார், இயேசுவே நீர் என் தகப்பன். The following day, തുടർന്ന് വന്ന ദിവസം, அடுத்த நாள், so he had a telephone call. തനിക്ക് ഒരു ടെലിഫോൺ കോൾ കിട്ടി. ஒரு தொலைபேசி அழைப்பு வந்தது. So he was scared to lift up that phone. ആ ഫോൺ എടുക്കാൻ പോലും തനിക്ക് ഭീതിയായിരുന്നു. அந்த போன் எடுக்க கூட அவர் பயப்பட்டு கொண்டிருந்தார். So they asked him to come and meet him in their office. ഓഫീസിൽ വന്ന് കാണണമെന്ന് അവരാവശ്യപ്പെട്ടു. அவர்கள் அலுவலகத்தில் வந்து பார்க்கும்படி சொன்னார்கள். You know what a surprise it was. അത് ആശ്ചര്യമെന്ന് പറയട്ടെ, அவர் ஆச்சரியப்படும்படி என்ன He நடந்தது was also தெரியுமா? wondering, how can these debts to the tune of so many lakhs be cleared within 24 hours? 24 മണിക്കൂറിൽ ഇത്രമാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ കടം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് താൻ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 24 மணி நேரத்துக்குள்ளாக இவ்வளவு லட்சக்கணக்கான கடன் எப்படி பரிகரிக்கப்படும் என்று அவர் அதிசயித்து போயிருந்தார். They had gone through the accounts. താൻ ആ അക്കൗണ്ടുകളിൽ കൂടി പോയി. അവർ ആ അക്കൗണ്ടുകൾ പരിശോധിച്ചു. அவர்கள் அந்த கணக்குகளை பரிசோதித்தார்கள். Then they said, there's some miscalculation in our accounts. There is some miscalculation in our ഈ accounts. കണക്കുകൂട്ടലുകളിൽ എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. அவர் கணக்கு கூட்டும் பொழுது ஏதோ தவறுகள் நடந்திருக்கிறது. He said, there's something wrong with us. You need not pay anything. ഞങ്ങളുടെ ഭാഗത്താണ് എന്തോ കുഴപ്പം പറ്റിയത്,
നിങ്ങളൊന്നും അടയ്ക്കേണ്ടതില്ല. தவறு எங்கட பட்சத்தில் இருக்கிறபடினால் நீங்கள் ஒன்றும் பணம் கட்ட வேண்டியதில்லை என்றார்கள். It's only a meager amount. We have waived it off. ഒരു തുച്ഛമായ എമൗണ്ടേ ഉള്ളൂ, ഞങ്ങൾ അതങ്ങ് എഴുതി சின்ன ஒரு தொகை தான் இருக்கிறது, அதை நாங்கள் கழித்து விட்டோம். Our Heavenly Father is in our midst tonight. ഇന്ന് രാത്രി സ്വർഗീയ പിതാവ് നമ്മുടെ നടുവിലുണ്ട്. நம்முடைய பரமபிதா இந்த இரவு நம்முடைய மத்தியில் இருக்கிறார். All our burdens on the cross. നമ്മുടെ ഭാരങ്ങളെല്ലാം ഇതാ ക്രൂശിന്മേലായി. நம்முடைய பாரங்கள் எல்லாம் சிலுவையின் மேல் இருக்கிறது. He has taken all our sorrows, calamities on the cross. അവൻ നമ്മുടെ വ്യസനങ്ങളും നമ്മുടെ ആപത്തുകളെല്ലാം ക്രൂശിന്മേൽ ചുമന്നു കഴിഞ്ഞു. அவர் நம்முடைய துக்கங்களை நம்முடைய விக்கினங்களை சிலுவையின் மேல் சுமந்திருக்கிறார். Why has the Lord brought you to this convention? കർത്താവിന്തിനാണ് ഈ കൺവെൻഷനിലേക്ക് നമ്മെ കൊണ്ടുവന്നത്. இதற்காக இந்த கன்வென்ஷனுக்கு ஆண்டவர் நம்மை கொண்டு வந்தார். You need not carry that burden out of this hall. നോക്കുക, നീ ഈ ഹോൾ വിട്ടു പോകുമ്പോൾ ആ ചുമട് ചുമന്ന് കൊണ്ടുപോകേണ്ടതില്ല. இந்த இடத்தை விட்டு நீங்கள் போகும்பொழுது அந்த சுமையோடு நீங்கள் செல்ல வேண்டாம். In the book of Psalms it is mentioned, cast your burden upon the Lord. സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. സംഗീതത്തിൽ നാം இப்படிதான் வாசிக்கிறோம், கர்த்தர் மேல் உன் பாரத்தை வைத்து விடு. Read that verse in the book of Psalms 55 verse 22. 55-ാം സങ്കീർത്തനം 22-ാമത്തെ വചനം. ദയവായി ആ വചനം വായിക്കൂ. 55-ാം സങ്കീർത്തനത്തിൻ 22-ാം വചനം നാം വാസിപ്പോം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. Cast thy burden upon the Lord, and he shall sustain thee. He shall never suffer the righteous to be moved. Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. What will I do? What will I do? How will this problem be solved? ഞാൻ എന്ത് ചെയ്യും? എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക? എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും? நான் என்ன செய்வேன்? நான் என்ன செய்ய முடியும்? എന്നാൽ எப்படி இந்த பிரச்சனைக்கு பரிகாரம் உண்டாகும்? May we remind you one thing. A person who commits suicide, he'll go to the deepest part in hellfire. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി പോകുന്നത് നരകത്തിന്റെ അടിയാഴത്തിലേക്കായിരിക്കും. நீங்கள் புரிந்து கொள்ள வேண்டியதான ஒரு காரியம், தற்கொலை செய்கிறவன் நரகத்தின் அடியாழத்துக்கு தான் கடந்து செல்கிறான். Praise be to God. You don't have authority to take away not only others' life, your life also. മറ്റുള്ളവരുടെ പ്രാണൻ എടുക്കുവാൻ മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം ജീവൻ എടുക്കുവാനും നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല. മറ്റുള്ളവരുടെ ജീവനെ എടുക്കുവോ സ്വന്തം ജീവനെ വിടവോ നമുക്ക് എന്ത് വിധത്തിലും അധികാരമില്ല. If some such thoughts have preoccupied your thoughts, confess them today. Lord, forgive me. അങ്ങനെയുള്ളതായ ചിന്തകൾ നിന്റെ തലച്ചോറിൽ അധിനിവേശം നടത്തിയിട്ടുണ്ടെങ്കിൽ നീ ഏറ്റുപറഞ്ഞ്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുക. அப்படிப்பட்டதான எண்ணங்கள் உங்களுடைய மனதில் உள்ளடக்கி இருக்குமானால், நேரத்தை குடிகொண்டிருக்குமானால், கர்த்தாவே என்னை மன்னியும் என்று அறிக்கை செய்யுங்கள். As a burden bearer, he is in our midst tonight. ഭാരം ചുമക്കുന്നവനായി താൻ നമ്മുടെ നടുവിലുണ്ട്. ഭാരത്തെ സുമക്കുന്നവരായി അവർ നമ്മുടെ മധ്യത്തിൽ இருக்கிறார். ഭാരമെന്നെ ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനേ. കൈയടിച്ച് നമുക്ക് പാടുவோം. ആശ്രയം നീ മാത്രമേ, ആശയിൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. ആശ്രയം നീ മാത്രമേ, ആശയിൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. എന്നെ ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനേ. ഭാരമെന്നെ ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനേ. ആശ്രയം നീ മാത്രമേ, ആശയിൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. ആശ്രയം നീ മാത്രമേ, ആശയിൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. Hallelujah. Word of God is coming to you. There is hope. Don't try to finish your life. തിരുവചനം നിന്റെ നേരെ വരികയാണ്. നിന്റെ മുൻപിൽ ആശയ്ക്ക് വകയുണ്ട്. നിന്റെ ജീവിതം നീ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കേണ്ട. வேதவசனம் உங்களுக்கு நேரே கடந்து வருகிறது. நம்பிக்கைக்கு மார்க்கம் இருக்கிறபடினால் உங்கள் ஜீவித்தை முடித்துக்கொள்ள முற்பட வேண்டாம். As we see in the book of Proverbs chapter 8. സദൃശവാക്യം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ, നീതിമൊഴികൾ 8-ാം അധികാരത്തിൽ നാം பார்க்கிறது போல, all those who hate God love death.
ദൈവത്തെ പകയ്ക്കുന്നവരെല്ലാം മരണത്തെ സ്നേഹിക്കുന്നു. தேவனை பகைக்கிறவர்கள் மரணத்தை விரும்புகிறார்கள். Those who hate God, where will they go? ദൈവത്തെ പകയ്ക്കുന്നവർ എങ്ങോട്ടാണ് പോകുന്നത്? ஆண்டவரை வெறுக்கிறவர்கள் எங்கு செல்வார்கள்? Third. மூன்றாவதாக When you turn to the book of Luke chapter 21. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം. ലൂക്കാ എഴുതിയ സുവിശേഷം 21-ാം അധികാരം verse 34. 34-ാമത്തെ വചനം. 34-ാം വചനം. Luke 21:34. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. And take heed to yourselves, lest at any time your hearts be overcharged with self-eatings and drunkenness and cares of this life, and so that day come upon you unawares. In English it is mentioned as cares, but in other languages it is mentioned as burdens. നമ്മുടെ മലയാള പരിഭാഷയിലും മറ്റ് പരിഭാഷകളിലെല്ലാം ഭാരപ്പെട്ടിട്ട് എന്നാണ് കാണുന്നത്. എല്ലാ തമിഴിലും മലയാളത്തിലും മറ്റ് മൊഴികളിലെല്ലാം ഭാരം என்று தான் சொல்லப்பட்டிருக்கிறது. So then what are you worried about? Worried about your burdened about your child, burdened about their marriage, burdened about their education and so on. നിന്റെ മക്കളെ ചൊല്ലിയാണോ, വിവാഹത്തെ ചൊല്ലിയാണോ, വിദ്യാഭ്യാസത്തെ ചൊല്ലിയാണോ, ഏതിനെ ചൊല്ലിയാണ് നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? உங்கள் பிள்ளைகளை நினைத்து பாரப்படுகிறீர்களா? அவருடைய படிப்பா, அவருடைய விவாகத்தை எதை நினைத்து நீங்கள் பாரப்படுகிறீர்கள்? But the Lord has given you 2 or 3 children. God knows how to take care of them. നിനക്ക് ദൈവം 2 or 3 മക്കളെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ എങ്ങനെ നടത്തണമെന്ന് ദൈവത്തിനറിയാം. உங்களுக்கு 2 or 3 பிள்ளைகளை ஆண்டவர் தந்திருந்தால் அவருடைய காரியங்களை பொறுப்பெடுத்து நடத்த ஆண்டவருக்கு தெரியும். Nothing has come across your life without the knowledge of God. You must understand. നിങ്ങൾ മനസ്സിലാക്കുവിൻ, ദൈവത്തിന്റെ അറിവ് കൂടാതെ നിന്റെ ജീവിതത്തിലേക്ക് ഒന്നും തന്നെ നുഴഞ്ഞു വരുന്നില്ല. தேவனுடைய அறிவு இல்லாமல் உங்கள் வாழ்க்கையில் ஒன்றும் வருகிறதில்லை என்பதை நீங்கள் புரிந்து கொள்ள வேண்டும். So today you cast all those burdens on the Lord. ആകയാൽ ഇന്ന് ഈ ഭാരങ്ങളെല്ലാം കർത്താവിന്റെ മേലിട്ടുകൊള്ളുവിൻ. ആനപടിനാൽ ഇന്ന് உங்கள் ഭാരங்களை എല്ലാം കർത്തരുടെ മേൽ வைத்து விடுங்கள். Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്തருக்கு സ്തോത്രം. God is able to take care. ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ, കരുതുവാൻ കർത്താവിന് കഴിയും. അവർ ഉത്തരവാദിത്തത്തെ ഏറ്റെടുക്ക അവരാൽ முடியும். God has given this family to me and he will take care of me. ദൈവമാണ് എനിക്ക് ഈ കുടുംബം തന്നത്, ദൈവം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. கர்த்தர் இந்த குடும்பத்தை எனக்கு தந்திருக்கிறார், அதன் முழு பொறுப்பையும் அவர் ஏற்றுக்கொள்வார். What is the fourth burden? എന്താണ് 4ാമത്തെ ഭാരം? 4வது ഭാരം என்ன? When we turn to the book of Matthew chapter 23 verse 4. മത്തായി 23:4. മത്തായി 23-ാം അധികാരം 4-ാം വചനം. അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. For they bind heavy burdens and grievous to be borne, and lay them on men's shoulders, but they themselves will not move them with one of their fingers. Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. So those days they would impose laws which are not there in the Bible. ആ നാളുകളിൽ ബൈബിളിലും ഇല്ലാതിരുന്നതായ ചില ചട്ടങ്ങളെല്ലാം അവരുടെ മേൽ ചുമത്തിക്കൊണ്ടിരുന്നു. അന്നാட்களிலே வேதத்தில் கூட இல்லாததான பல பிரமாணங்களை நியமங்களை அவர்கள் மேலே திணித்தார்கள். Apart from 10 commandments and 613 statutes. 10 കൽപ്പനകൾക്കപ്പുറമായിട്ട് 613 ചട്ടങ്ങൾ അവർക്കുണ്ടായിരുന്നു. 10 കൽപ്പനകൾ പോக 613 ഉപകൽപ്പനകൾ ഉണ്ടായിരുന്നത്. There was something called tradition of the elders. അതുപോലെ തന്നെ മൂപ്പന്മാരുടേതായ പാരമ്പര്യം എന്ന ഒന്നുണ്ടായിരുന്നു. പൂർവന്മാരുടെ പാരമ്പര്യം എന്ന ഒന്നുണ്ടായിരുന്നു. പൂർവീകരുടെ പാരമ്പര്യം എന്ന് சொல்லக்கூடிய ഒന്നും ഇരുന്നത്. Which has got nothing to do with the word of God. Which is not connected with the word of God. തിരുവചനവുമായിട്ട് ഇതിനൊന്നും ചെയ്യുവാനില്ല, അവരതിനെ കൂട്ടി ചേർത്തന്നേ ഉള്ളൂ. വേദവചനത്തോട് എന്ത് വിധത്തിലും സംബന്ധമില്ലാത്ത കാര്യങ്ങൾ. If you do this you'll go to heaven. If you do this you'll go to them. If you don't do this you'll go to hellfire. ഇത് ചെയ്താൽ സ്വർഗത്തിൽ പോകും, അത് ചെയ്താൽ സ്വർഗത്തിൽ പോകും, ഇത് ചെയ്തില്ലെങ്കിൽ നീ നരകാഗ്നിയിൽ പോകും. ഇത് ചെയ്താൽ നീ പരലോകത്ത് പോവാய், അത് ചെയ്താൽ പരലോകത്ത് പോവാய், ഇത് ചെയ്യാவிட்டால் நீ இது செய்தால் நீ செய்யாவிட்டால் நீ பரலோகத்துக்கு போக மாட்டாய், நரகத்துக்கு போவாய் என்றெல்லாம். Those days there was something called indulgence. That is, pay money and your sins will be forgiven. പാപപരിഹാരം, അതായത് കുമ്പസാര ചിട്ടതുണ്ടായിരുന്നു. നിങ്ങൾ പണം കൊടുത്താൽ ഈ പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. പാപ പരിഹാരத்துக்காக പണം செலுத்தினால் பரிகாரம் உண்டாகும் என்கிற முறைமையெல்லாம் இருந்தது. For lying, less money. For sins like adultery and murder, you pay more money and that will be cleared, it seems.
കള്ളം പറഞ്ഞാൽ കുറച്ച് കാശ് കൊടുത്താൽ മതി, കൊലപാതകമോ വ്യഭിചാരമോ ആണെങ്കിൽ കുറച്ചധികം കാശ് കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ നൂരിപ്പോരാ. அவன் பொய் சொன்னால் அதற்கு பரிகாரமாய் சிறிய பணமும், அதிக பெரிய பாவங்கள் விபச்சாரமோ கொலை செய்தோ அதுக்கு அதிகமான தொகையுள்ள பணமும். They had introduced something called purgatory. ആകയാൽ അത് ശുദ്ധീകരണ സ്ഥലം എന്ന ഒരു കാര്യം കൂടെ അവർ അവതരിപ്പിച്ചു. சுத்திகரிப்பு முறைமை என்கிறதான ஒரு புதிய காரியத்தையும் உள்ளே கொண்டு வந்தார்கள். For which there is no basis in the word of God at all. എന്നാൽ തിരുവചനത്തിൽ ഇതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല. வேதாகமத்தில் இதற்கான யாதொரு ஆதாரமும் இல்லை. Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். So then a person called Johann Tetzel was picked up for that. ജോഹാൻ ടെക്സിൽ എന്നതായ ഒരു വ്യക്തി താൻ ഇതിനെതിരായി സംസാരിച്ചിട്ടുണ്ട്. ஜுகான் ஜெட்சல் என்கிறவர் இதற்கு எதிராய் பேசினார். No, he was picked up for this particular thing. ഈ കാര്യങ്ങളിൽ He was chosen for this. താനാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത്. இதற்காக தெரிந்தெடுத்து இதை குறித்து அவர் பேசினார். They needed money to build St. Peter's Basilica. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക പണിയാനുള്ള പണം അവർക്ക് ആവശ്യമായിരുന്നു. சென்ட் பீட்டர்ஸ் பெசிலிக்கா கட்டும்படியான பணம் தேவைப்பட்டது. Then he was going from place to place. താൻ പലയിടങ്ങളിലായി ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. பல இடங்களில் அவர் சுற்றி திரிந்தார். So then you pay money, as soon as the money tinkles in the coffer, the soul which is in purgatory will go to heaven. നിങ്ങൾ ഈ ഭണ്ഡാരശാലയിൽ, ഈ പണപ്പെട്ടിയിൽ നിങ്ങൾ പണം നിക്ഷേപിച്ചാൽ ആ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാവ് അത് ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകും. நீங்கள் காணிக்கப்பட்டியில் உங்கள் பணத்தை நீங்கள் போடுவீர்களானால் சுத்திகரிக்கப்படுவதான இடத்திலிருந்து உங்கள் ஆத்மா பரலோகம் செல்லும் என்று. So where is the place for the blood of Jesus for cleansing, for forgiveness of sins? അങ്ങനെയെങ്കിൽ പാപമോചനങ്ങൾക്കായുള്ള യേശുവിന്റെ ശുദ്ധീകരിക്കുന്ന രക്തത്തിന് പിന്നെ എവിടെ സ്ഥാനം? அப்படியானால் பாவத்தின் பரிகாரத்துக்காக, பாவ மன்னிப்புக்காக சிந்தப்பட்ட இயேசு கிறிஸ்துவின் ரத்தத்துக்கு அங்கே எங்கே இடம் இருக்கிறது? People who have money they can go, people who don't have money will go to hellfire. പണമുള്ളവൻ സ്വർഗ്ഗത്തിൽ പോകും, പണമില്ലാത്തവൻ നരകത്തിൽ പോകും. பணம் இருக்கிறவர் பரலோகத்துக்கு போவார்கள், பணம் இல்லாத நரகத்துக்கு போவார்கள். Nowhere in the Bible there is something called purgatory. ബൈബിളിൽ ഒരിടത്തും ഇങ്ങനെ ഒരു ശുദ്ധീകരണ സ്ഥലം എന്ന ഒന്നില്ല. இப்படிப்பட்டதான பரிகாரத்தை குறித்து வேதத்தில் எங்கும் வாசிக்கிறதில்லை. That rich man died and he straightaway went to hell. It is mentioned. Lazarus went to heaven, it is mentioned. ബൈബിളിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ധനവാൻ അവൻ മരിച്ചു, നേരെ പോയത് യാതനാ സ്ഥലത്തേക്കാണ്, പാതാളത്തിലേക്കാണ്. പക്ഷെ ദരിദ്രനായ ലാസറു താൻ പോയത് സ്വർഗത്തിലേക്കാണ്. வேதத்தில் பார்க்கிறோம், ஐஸ்வர்யவான் மரித்து அவன் பாதாளத்துக்கு சென்றான், வேதனையுள்ள இடத்துக்கு சென்றான். ஆனால் லாசரு மரித்து அபிரகாம் நடிக்கு பரதீசுக்கு சென்றான் என்று. Praise be to God. I don't have time to explain more on this subject. ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരിക്കാൻ സമയം പോരാ. இதை குறித்து நான் கூடுதலா சொல்ல நேரம் இல்லை. Don't go according to the tradition of your forefathers. Go according to the word of God. പൂർവന്മാരുടെ പാരമ്പര്യമനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകരുത്, നിങ്ങൾ തിരുവചന പ്രകാരം മുന്നോട്ട് പോകുവിൻ. பூர்வத்தாருடைய பாரம்பரியத்தை கடைபிடித்து முன்னேறி செல்ல வேண்டாம், வேத வசனத்தின் அடிஸ்தானத்தில் ஜீவியம் செய்யுங்கள். What does the word of God say about this? ഇതിനെക്കുറിച്ച് തിരുവചനം എന്ന് പറയുന്നു. வேதம் இதை குறித்து என்ன சொல்லுகிறது? And children of God, children of Israel were oppressed because of this. ആകയാൽ ദൈവജനമായിരുന്ന ഇസ്രായേൽ അവർ ഇതിനാൽ ഭാരപ്പെടുത്തപ്പെട്ടു. தேவனுடைய ஜனமாய் இஸ்ரவேல் ஜனங்கள் இவைகளினாலே ஒடுக்கப்பட்டார்கள். Upon taxes, tributes which they had to pay to the Roman government, and these laws also were introduced. ഒരു ഭാഗത്ത് റോമ ഗവൺമെന്റിന് നികുതിയും ചുങ്കവും എല്ലാം കൊടുക്കുമ്പോൾ തന്നെയും മറുഭാഗത്ത് ഈ പാരമ്പര്യ ചുമടുകൾ ചുമന്ന് വലഞ്ഞു. ഒരു പകുതിയിലെ റോമർക്ക് செலுத்த வேண்டியதான வரிகளின் சுமை, மறுபாகத்திலே இப்படிப்பட்டதான பாரம்பரியத்தின் சுமைகள். That is why what does St. Peter say? അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് എന്ന് പറയുന്നു, ஆனபடினால் பரிசுத்த பேதுரு என்ன சொல்லுகிறார்? Let us not put more burdens upon them which our fathers also were not able to bear. നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ ചുമക്കുവാൻ കഴിയാത്ത ചുമടുകൾ നമ്മൾ അവരുടെ മേൽ ചുമത്തരുത്. நாமோ நம்முடைய பிதாக்களோ சுமக்க முடியாத வீணான சுமைகளை அவர் மேல் சுமத்த வேண்டாம். Please read from the book of Acts chapter 15 verse 10. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 10-ാം വാക്യം. அப்போஸ்தலர் நடபடிகள் 15-ാം அதிகாரத்தின் 10-ാം വചനം. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വയ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നു എന്ത്? Now therefore, why tempt ye God to put a yoke upon the neck of the disciples, which neither our fathers nor we were able to bear? Go through the word of God, listen to some good messages and live accordingly. തിരുവചനം പരിശോധിക്കുവിൻ, നല്ല ദൂതുകൾ കേൾക്കുവിൻ, അതിനനുസൃതമായി ജീവിക്കുവിൻ. ദൈവവചനത്തിൽ കടന്നു சென்று நல்ல தூதுகளை நீங்கள் கேட்டு அதற்கேற்றது போல ஜீவியம் செய்யுங்கள். I will bring you out from the burdens.
ഞാൻ നിങ്ങളെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിക്കും. சுமைகளை சுமக்கிறதான வேலையிலிருந்து நான் உங்களை வெளியே கொண்டு வருவேன். What is the second thing mentioned there? അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ത്? சொல்லியிருக்க இரண்டாம் காரியம் என்ன? I will rid you of your bondage. ഞാൻ നിങ്ങളുടെ അടിമനുഖങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും. உங்களை உங்கள் அடிமைத்தனத்திலிருந்து நீங்களாக்குவேன். Burden is one thing, bondage is something else. They are not one and the same. ഊഴിയവേല ഒന്ന്, അടിമത്തം ഒന്ന്. ഭാരമൊന്ന്, അടിമത്തം ഒന്ന്, രണ്ടുമൊന്നല്ല. சுமக்கிற சுமை ஒன்று, அடிமைத்தனம் என்ற காரியம் இன்னொன்றாயிருக்கிறது. A person who bears the burden will get his wages, but this is slavery. You have to serve. It is a servitude without salary. ഭാരം ചുമന്നാൽ ഒരാൾക്ക് കൂലി കിട്ടും, പക്ഷേ അടിമപ്പണി ചെയ്താൽ തനിക്ക് ഒരിക്കലും കൂലി ലഭ്യമല്ല. சுமை சுமக்கிறதுக்கு கூலி கிடைக்கும், ஆனால் அடிமைத்தனத்தில் இருக்கிறவங்க ஒரு நாளும் அதற்கான கூலி கிடைப்பதில்லை. What is the definition of the word? One definition of the word slavery. അടിമത്തം എന്നുള്ളതിന്റെ നിർവചനങ്ങളിൽ ഒന്ന് എന്താണ്? அடிமைத்தனம் என்கிற வார்த்தையினுடைய விளக்கத்தில் ஒன்று என்ன? One bound to service without any wages. ഒരാൾ ഒരു ശമ്പളവും പ്രതീക്ഷിക്കാതെ ജോലി ചെയ്യുവാൻ കടമ്പെട്ടവനായി മാറുക. ஒருவன் கூலி கூலி இல்லாமல் வேலை செய்யும்படிக்கு அமர்த்தப்படுகிறது அடிமைத்தனம். In Exodus chapter 1 verse 14, what do we read? പുറപ്പാട് പുസ്തകം 1:14 എന്ത് വായിക്കുന്നു? யாத்திராகமம் 1:14 என்ன வாசிக்கிறோம்? 1:14. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോട് ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി. And they made their lives bitter with hard bondage in mortar and in brick and in all manner of service in the field, and all their service wherein they made them serve was with rigor. Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். We read that in 2:23 also. They started to sigh and cry. 2:23 കാണുന്നു, അടിമവേല ഹേതുവായി അവർ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. 2:23 வாசிக்கிறோம், ஒரு அடிமைத்தனத்திலிருந்து முறையிடும் சத்தம் தெய்வசன்னிதியில் போய் சேர்ந்தது. You would have heard about North Korea now at present. ഉത്തര കൊറിയയെ കുറിച്ച് നിങ്ങൾ കേട്ടുക. வடகொரியாவை குறித்து நீங்கள் கேள்விப்பட்டிருப்பீர்கள். They go and work. They go and serve in other parts of the world. അവർ ചെന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ചെന്ന് ജോലി ചെയ്യാർ. உலகத்தின் நாலா பாகத்தில் சென்றவர்கள் வேலை செய்வார்கள். 50% and more it should go to the government. അതിൽ 50% ഗവൺമെന്റിനാണ് ചെല്ലേണ്ടത്. அவருக்கு 50% அரசாங்கத்துக்கு செல்ல வேண்டுமா? They hardly have anything to eat. അവർക്ക് ഭക്ഷിപ്പാൻ പോലും ദുർലഭമായി തീരും. சாப்பிட கூட ஒன்றும் இல்லை. The rulers can do anything, but these people they cannot do anything. ഭരണാധികാരികൾക്ക് എന്തും ചെയ്യാം, പക്ഷെ ഈ പാവപ്പെട്ടവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. அதிகாரிகள் என்ற வேண்டாலும் செய்யலாம், இந்த ஏழைகள் என்ன செய்வார்கள்? They go to Middle East, earn enough money, but the whole thing goes to the government. അവർ ഗൾഫ് നാടുകളിലൊക്കെ പോയി സമ്പാദിക്കുന്നു, പക്ഷേ അതിൽ കൂടുതൽ പണവും ഇങ്ങനെയാണ് പോകുന്നത്. അവർ ഗൾഫ് ദേശங்களுக்கு പോയി സമ്പാദിக்கிறார்கள், ஆனால் பணத்தில் அதிகம் இங்கே இப்படிதான் செல்கிறது. That's the reason why many of those are seeking for asylum in other foreign countries. അതുകൊണ്ട് തന്നെയാണ് ഇവർ അഗതികളായി മറ്റ് രാജ്യങ്ങളിൽ അഭയം തേടുന്നതിന്റെ കാരണം. ஆனபடினால் தான் இவர்கள் அகதிகளாக மற்ற நாடுகளில் தஞ்சம் புக விரும்புகிறார்கள். They are bound. Even in India we had that. Now it is slowly eradicated. അവർ അങ്ങനെ അടിമകളാണ്. ഇന്ത്യയിലും അതൊക്കെ കാണുവാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അത് കുറേയായിട്ട് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുന്നു. இந்தியாவில் இப்படிப்பட்டதான காரியங்கள் இருந்தது, இப்பொழுது கொஞ்சம் கொஞ்சம் அது நீக்கப்பட்டு வருகிறது. There is something called bonded labor. അടിമപ്പണി എന്ന ഒന്നുണ്ടായിരുന്നു, அடிமை வேலை என்று சொல்லுகிற ஒன்று இருந்தது. So if a father is a bond labor, the whole family also is subjected to him. ഒരു അപ്പൻ, ആ കുടുംബത്തിലുള്ള അപ്പൻ താൻ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു അടിമപ്പണിക്കാരനായി മാറിയാൽ ആ കുടുംബാംഗങ്ങൾ എല്ലാവരും അതിന് കീഴ്പ്പെട്ടു പോകുന്നു. ஒரு குடும்பத்திலே ஒரு தகப்பன் அடிமை வேலை செய்தால் அவருடைய மக்கள், அந்த சந்ததி தலைமுறை எல்லாம் அப்படி அடிமை வேலைக்கு உட்படுத்தப்படுவார்கள். Whole family is attached to that. മുഴു കുടുംബവും അവരും അതിന് ബാധ്യസ്ഥരായി മാറും. முழு குடும்பமும் அதோடு கூட சேர்க்கப்படுகிறார்கள். This is what devil is doing. ഇതാണ് പിശാചും ചെയ്തുകൊണ്ടിരിക്കുന്നത്. இதுதான் இன்றைய பிசாசும் செய்கிறான். It may be a bondage of sin also. ഇതാണ് പാപത്തിന്റേതായ അടിമപ്പണിയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പാപത്തിൻ അടിമത്തനത്തിലും ഇതാണ് നടക്കുന്നത്. Then we are many of us are bound by sickness also. അതുപോലെ നമ്മളിൽ പലരും രോഗത്താൽ ബന്ധനസ്ഥരുമാണ്. അതുപോലെ നമ്മിൽ പലരും വ്യാധിക്ക് അടിമപ്പെട്ടവர்களாய் இருக்கிறோம். We may call ourselves sons and daughters of Abraham.
അബ്രഹാമിന്റെ പുത്രന്മാർ പുത്രിമാരെന്ന് നാം നമ്മെ വിളിച്ചേക്കാം. അബ്രഹാമിനുடைய കുമാരർ കുമാർത്തികൾ என்று நாம் நம்மை அழைத்துக் கொள்ளலாம். What do we read in the book of Luke chapter 13 verse 16? എന്നാൽ ലൂക്കോസ് 13:16 എന്താണ് വായിക്കുന്നത്? ലൂക്ക 13:14 നാം என்ன വാസിக்கிறோம்? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. And ought not this woman, being a daughter of Abraham, whom Satan hath bound, lo, these 18 years, be loosed from this bond on the Sabbath day? Are you under the bondage of sickness tonight? ഇന്ന് രാത്രി നിങ്ങൾ രോഗബന്ധനത്തിൻ കീഴിലാണോ? இன்று இரவு நீங்கள் வியாதியின் அடிமைத்தனத்தில் அந்த கட்டின் கீழ் இருக்கிறீர்களா? Is it the will of God that you should be sick? നിങ്ങൾ രോഗികളായിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടം തന്നെയാണ്. நீங்கள் வியாதியஸ்தராய் இருப்பது தேவனுடைய சித்தமா? All those who are sick tonight, will you lift up your hands? ഇന്ന് രാത്രി രോഗികളായിരിക്കുന്നവർ ഒന്ന് കരമുയർത്താമോ? இந்த நேரத்திலே வியாதியா இருக்கிறவர்கள் நீங்கள் ஒன்று உங்கள் கரங்களை உயர்த்தி காட்டுங்கள். Today the power of God is healing you. ഇന്ന് രാത്രി ദൈവശക്തി നിങ്ങളെ സൗഖ്യമാക്കുന്നു. இந்த இரவு கர்த்தருடைய வல்லமை உங்களை சுகமாக்குகிறது. You heard the testimony of that beloved sister. ആ പ്രിയ സഹോദരിയുടെ സാക്ഷി നിങ്ങൾ കേട്ടില്ല. அருமையான சகோதரி சாட்சி கேட்டீர்களே. Medicine could not help her asthma. അവരുടെ ആസ്മാ രോഗത്തിന് മരുന്നിന്റെ സഹായം അവർക്ക് ലഭിച്ചില്ല. ആസ്മാ ഗുണമാകുമ്പടിക്ക് മരുന്നിന് ഉദവി അവർക്ക് പ്രയോജനമില്ലാமல் പോണത്. With great difficulty she went for the New Year service. വളരെ വിഷമം സഹിച്ചുകൊണ്ടാണ് പുതുവർഷ ആരാധനയ്ക്ക് പോയത്. മികുந்த കഷ്ടം സഹിച്ചുകൊണ്ടുதான் പുതുവരുட ആരാധനയ്ക്ക് சென்றார். The word of God came to her. തിരുവചനം തന്റെ നേരെ വന്നു. കർത്തരുடைய വചനം അവർക്ക് നേരാக വന്നത്. God healed her completely. അവരെ കർത്താവ് സമ്പൂർണ്ണമായി സൗഖ്യമാക്കി. കർത്തർ അവരെ പരിപൂർണമായി സുഖമാക്കിനാർ. The word of God clearly states, I am God of all flesh. Is there anything too hard for me? തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? வேதம் தெளிவாக எடுத்து சொல்லுகிறது, நான் மாம்சமான யாவருக்கும் தேவனாய் கர்த்தர், என்னாலே கூடாத காரியம் யாதொன்றும் உண்டோ? We believe that Jesus not only took all our sins on the cross, he took all our curses and our sicknesses too. നാം വിശ്വസിക്കുകയാണ്, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ മാത്രമല്ല ചുമന്നത്, അവൻ നമ്മുടെ രോഗങ്ങളെയും നമ്മുടെ ശാപങ്ങളെയും ചുമന്നൊഴിച്ചിരിക്കുന്നു. വിശ്വാസിக்கிறோம், നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ മാത്രമല്ല നമ്മുടെ ശാപങ്ങളെയും നമ്മുടെ വ്യാധികളെയും ചുമന്നിരിக்கிறார். Trust in Jesus for your healing. ആശ്രയിപ്പിൻ, സൗഖ്യത്തിനായി യേശുവിൽ ആശ്രയിപ്പിൻ. നம்பிக்கை வையுங்கள், சுகத்திற்காய் கர்த்தர் இயேசுவின் மேல் நம்பிக்கை வையுங்கள். Some believe him only for their sins but not for their sickness. ചിലർ പാപമോചനത്തിന് വേണ്ടി മാത്രമാണ് വിശ്വസിക്കുന്നത്, രോഗശാന്തിക്കായി വിശ്വസിക്കുന്നില്ല. சிலர் பாவ பரிகாரத்துக்கு இயேசுவை விசுவாசிக்கிறார்கள், வியாதியின் சுகத்துக்கு அதை விசுவாசிக்கிறதில்லை. He could have just died on the cross. Why did he take 39 stripes on his back? യേശുവിന് ക്രൂശിൽ മരിച്ചാൽ മതിയായിരുന്നല്ലോ, എന്തിനാണ് തന്റെ പുറത്ത് ചാട്ടവാർ അടിയേറ്റ് തന്റെ പുറം തകർന്നത്? அப்படியானால் பாவ பரிகாரத்துக்காக சிலுவை சுமந்தால் மாத்திரம் போதுமாயிருந்ததே, தன் முதுகில் ஏன் 39 அடிகளை அவர் ஏற்று வாங்கினார்? Even today the power of Jesus is here to heal. ഇന്ന് രാത്രിയിലും യേശുവിന്റെ ശക്തി സൗഖ്യമാക്കുവാൻ ഇവിടെ പ്രകടമാണ്. இன்று இரவும் நம்மை சுகமாக்கும்படி கர்த்தருடைய வல்லமை, இயேசுவின் வல்லமை நம்மிடத்தில் காணப்படுகிறது. Doctors would have said no more treatment for this. ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞിരിക്കും, ഇനി ഇത് ചികിത്സിച്ചിട്ട് കാര്യമില്ല. ஒருவேளை வைத்தியர்கள் சொல்லி இருப்பார்கள், இது இனி சிகிச்சை செய்து பிரயோஜனமில்லை என்று. We have heard about so many healings. എത്രയോ സൗഖ്യത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. எத்தனையோ தெய்வம் தந்த சுகத்தை நாம் கேள்விப்பட்டிருக்கிறோம். Are his hands shortened? കർത്താവിന്റെ കരം കുറുകിപ്പോയോ? അവരുടെ കൈകൾ കുറുകിപ്പോയിട്ടോ? Is he healing even now also? ആ സൗഖ്യം അത് ഇന്നും ഉള്ളതല്ലേ? ഇൻறைക്കും அந்த சுகமாக்குதல் உண்டு. Those days healings were there in the first century period, not now. ഒന്നാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ സൗഖ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇന്നില്ല. முதலாம் நூற்றாண்டிலெல்லாம் இப்படி சுகமானது, இன்றைக்கு அப்படி நடக்குமா? What is the meaning of that verse? Jesus Christ the same yesterday, today and forever. എന്നാൽ ഈ വചനത്തിന്റെ അർത്ഥം എന്താണ്? യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ അഥവാ മാറാത്തവൻ. அப்படியானால் இயேசு நேற்றும் இன்றும் என்றும் மாறாதவர் என்கிற வசனத்தின் அர்த்தம் பொருள் என்ன? I should have died when I was only a 9-year-old boy. വെറും 9 വയസ്സ് മാത്രമുള്ള ഒരു ബാലനായിരുന്നപ്പോൾ ഞാൻ മരിക്കേണ്ടതായിരുന്നു. நான் ஒரு 9 வயது சிறுவனாய் இருக்கும் பொழுதே மரிக்க வேண்டியதாயிருந்தது. After coming for the ministry, I should have died when I was in 2009. ശുശ്രൂഷയ്ക്ക് വന്നതിന് ശേഷവും
2009 ഞാൻ മരിക്കേണ്ടതായിരുന്നു. ஊழியத்து வந்த பிற்பாடு 2009 வருஷம் கூட நான் மரிக்க வேண்டியதா இருந்தது. 2014 again I had a serious problem, heart problem. 2014 ഹൃദയ സംബന്ധമായ വലിയൊരു പ്രശ്നം എനിക്കുണ്ടായി. 2014 வருஷத்திலும் ഹൃദയ സംബന്ധமான பெரிய பிரச்சனை உண்டானது. For weeks together I have not preached. എത്രയോ ആഴ്ചകൾ എനിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എത്രയോ വാരങ്ങൾ പ്രസംഗം பண்ணவே இல்லை. Praise be to God. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. When I was serving the Lord in Nagaland, ഞാൻ നാഗാലാൻഡിൽ ശുശ്രൂഷയിലായിരുന്നപ്പോൾ, നാഗാലാൻഡിൽ കർത്തരുടെ ഊഴിയം ചെയ്യും പൊഴുത്, I knew that my heart was giving up. നോക്കുക, എന്റെ ഹൃദയം അത് നിർജീവമായിക്കൊണ്ടിരുന്നത് എനിക്ക് മനസ്സിലായി. என்னுடைய இருதயம் செயலற்று போகிறதை நான் உணர்ந்தேன். I could not pick up a mug of water also. ഒരു കപ്പ് വെള്ളമെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരു മഗ് തണ്ണീർ കൂടെ എന്നാൽ എടുക്ക முடியவில்லை. I could hardly walk. എനിക്ക് നടക്കാൻ വളരെ പ്രയാസമാണ്. നടക്ക കൂടെ എന്നാൽ ശ്രമമായിരുന്നത്. Weeks together I have not preached. I would ask the young brother to preach and give the benediction. എത്രയോ ആഴ്ചകൾ ഞാൻ അവിടെയുള്ള ഇളയ സഹോദരനോട് പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് ആശീർവാദം മാത്രം പറയും. എത്രയോ വാരങ്ങൾ എങ്ങളുടെ ഇളയ സഹോദരനെ പ്രസംഗം ചെയ്യ சொல்லிவிட்டு கடைசி ஆசீர்வாதம் മാത്രം சொல்லி இருக்கிறேன். Dear children of God, we are not speaking theory, it is our own experience. പ്രിയമുള്ളവരെ, വെറും വരട്ട് തത്വമല്ല ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ സ്വന്തം അനുഭവമാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. തത്വത്തെ സിദ്ധാന്തത്തെ എല്ലാം ചൊല്ലിക്കൊണ്ടിരിக்கிறோம், സ്വന്തം അനുഭവത്തെ എടുത്തുറയ്க்கிறோം. Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. Nothing in us. We believe in the power in the name of Jesus. ഞങ്ങളിൽ ഒന്നുമില്ല, പക്ഷേ ഞങ്ങൾ യേശുവിന്റെ നാമത്തിലുള്ള ശക്തിയിൽ വിശ്വാസമുള്ളവരാണ്. எங்களில் ஒன்றுமில்லை, ஆனால் இயேசுவின் நாமத்திலுள்ளதான அந்த வல்லமையில் நாங்கள் சொல்லுகிறோம். You would have heard about a person called Watchman Nee. വാച്ച്മാൻ നീ എന്ന വ്യക്തിയെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാം. வாட்ச்மேன் நீ என்கிற நபரை குறித்து நீங்கள் கேள்விப்பட்டிருக்கலாம். He was dying of tuberculosis. താൻ ക്ഷയരോഗത്താൽ മരിക്കുകയായിരുന്നു. அவர் டிவினாலே மரிக்கக்கூடிய தருவாயில் இருந்தார். He went to the doctor. താൻ ഡോക്ടറുടെ അടുക്കൽ പോയി. அவர் டாக்டர் எடுத்து சென்றார். He said, no more medicines for you, you can go back. നിങ്ങൾക്കിനി തരാൻ മരുന്നൊന്നുമില്ല, നിങ്ങൾക്ക് തിരിച്ചു പോകാം. உங்களுக்கு தரும்படி மருந்தில்லை, நீங்கள் திரும்ப போகலாம் என்று சொன்னார். Again, kindly don't come back to me. I don't want you to spend money on this. അതിന് വീണ്ടും പറഞ്ഞു, ദയോടെ പറഞ്ഞു, നിങ്ങൾ വരിക, നിങ്ങൾ പക്ഷെ അതിന് Don't come back to me. I don't want you to spend നിങ്ങൾ ഇനി any more money. ദയവ് ചെയ്ത് എന്റെ അടുക്കൽ വരണ്ട, വെറുതെ നിങ്ങളുടെ പണം എന്തിനാണ് കളയുന്നത്? தயவு செய்து நீங்கள் என்னிடத்தில் வர வேண்டாம், வீணா ஏன் பணத்தை செலவு பண்ணுகிறீர்கள். He showed him the X-ray of a person whose condition was better than him. താൻ ഒരു വ്യക്തിയുടെ എക്സ്റേ കാണിച്ചു, തന്റെ അവസ്ഥ ഇതിനേക്കാളും മെച്ചമായിരുന്നു. மற்றவருடைய எக்ஸ்ரே எடுத்து காட்டி இவரை பார்க்கலாம் எவ்வளவு விதத்தில் நல்ல விதத்தில் எக்ஸ்ரே ஒன்று காட்டி கொடுத்தார். Within 2 or 3 months he died. 2-3 മാസങ്ങൾക്കുള്ളിൽ ആ വ്യക്തിയും മരിച്ചു. அந்த அவர் கூட 2-3 மாதங்களில் மரித்து போனார். You won't survive. You won't survive. നീയും ഇനി ജീവിക്കാൻ പോകുന്നില്ല. நீங்கள் ஒரு நாளும் பிழைக்க மாட்டீர்கள். To cut the story short, ശരിക്കും പറയട്ടെ, சுருக்கமாய் சொல்லுகிறேன். the doctor died the same year and he continued for 8 more years. ആ കൊല്ലം ആ പറഞ്ഞ ഡോക്ടർ മരിച്ചു, പക്ഷെ ഇദ്ദേഹം പിന്നീട് 8 വർഷം, same year, അതേ വർഷം തന്നെ ആ ഡോക്ടർ മരിച്ചുപോയി, പക്ഷെ ഇദ്ദേഹം 8 വർഷം കൂടെ ജീവിച്ചു. இந்த சொன்ன டாக்டர் அந்த வருஷமே மரித்து போனார், ஆனா இந்த நபரோ 8 வருடம் மீண்டும் உயிரோடு இருந்தார். Why should I tell you about the old stories? ഞാൻ എന്തുകൊണ്ടാണ് എന്തിന് നിങ്ങളോട് ഈ പഴയ കഥകളൊക്കെ പറയുന്നത്? இதற்கு நான் இந்த எல்லா கதைகளும் உங்களுக்கு சொல்லுகிறேன். I'll tell you something which happened recently last year. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ കൊല്ലം നടന്നത് പറയാം. സമീപത്തിൽ നടന്ന ഒരു കാര്യത്തെ சொல்லுகிறேன். Our pastor was also in that convention. I was in the Delhi convention. ഞാൻ ഡൽഹി കൺവെൻഷനിലായിരുന്നു, നമ്മുടെ പാസ്റ്ററും ഉണ്ടായിരുന്നു. நான் டெல்லி கன்வென்ஷனில் இருந்தே நம்முடைய பாஸ்டர் அவர்களும் இருந்தார்கள். A police officer came and gave a beautiful testimony. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് വളരെ മനോഹരമായ ഒരു സാക്ഷ്യം പറഞ്ഞു. ஒரு போலீஸ் அதிகாரி வந்து ஒரு அழகான சாட்சியை சொன்னார். He was suffering from cancer. ക്യാൻസറിനാൽ കഷ്ടപ്പെട്ടിരുന്നു. அவர் கேன்சரினால் கஷ்டப்படுகிறார். So it had come to 4th stage. താൻ അതിന്റെ 4ാമത്തെ സ്റ്റേജിലായി. 4வது ஸ்டேஜ் கடந்து வந்து விட்டார். And they said, no hope at all in you. ഇനി ആശിക്കുകയില്ല എന്നവർ പറഞ്ഞു. இனி நம்புகிறது கொண்டுமில்லை என்று சொல்லி அனுப்பினார்கள். He had gone for the Dariwal convention. താൻ ദാരിവാൾ കൺവെൻഷന് പോയി. அவர் தாரிவால் கன்வென்ஷனுக்கு சென்றார். On the last day convention, when our pastor was trying to board the flight, going to the airport, എയർപോർട്ടിലേക്ക് പോകുവാനായി പാസ്റ്റർ വളരെ ബന്ധപ്പെടുകയായിരുന്നു. கடைசி நாள் கூட்டம் முடிந்து ஏர்போர்ட் போகும்படிக்கு அவசரமாய் நம்முடைய பாஸ்டர் ஆயத்தமாய் கொண்டிருந்த நேரத்தில் so then he just came to him and mentioned about his problem. താൻ വന്ന് തന്റെ ആ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു. தன்னுடைய காரியத்தை வந்து பாஸ்டர் இடத்தில் சொன்னார். Placed his hands on his head, rebuked that sickness and then prayed.
തലയിൽ കൈവച്ച് ആ രോഗത്തെ ശാസിച്ച് പ്രാർത്ഥിച്ചു. തലമേൽ കൈവയ്ത്ത് அந்த വ്യാധി കടിந்துകൊണ്ട് ജപിத்தார். He only had a few minutes to pray for him. ഒരു കുറച്ച് ചുരുക്കം നിമിഷങ്ങൾ മാത്രമേ പ്രാർത്ഥിക്കാൻ ലഭിച്ചിരുന്നുള്ളൂ. ചില നിമിഷങ്ങൾ മാത്രമേ അവർക്ക് கிடைத்திருந்தது. Afterwards he went for medical checkup. അതിനുശേഷമായി താൻ വൈദ്യപരിശോധനയ്ക്ക് പോയി. അതിന് പിற்பாடு மீண்டும் செக்கப்புக்காய் கடந்து சென்றார். His condition had come down to, it was better by 50%. 50% തന്റെ അവസ്ഥ ഭേദമായി. 50% അവരുടെ നിലവാരത്തിലേക്ക് മാറ്റം ഉണ്ടായിരുന്നത്. So the doctors joined together. ആ ഡോക്ടർമാർ ചേർന്ന്, ഡോക്ടറുകളെല്ലാം ഒന്ന് ചേർന്ന്, they were looking at the report, past report and present report. തന്നെ മുൻകാല റിപ്പോർട്ടുകളും ഇപ്പോഴത്തെ റിപ്പോർട്ടും അവർ ഒത്തുനോക്കുന്നു. മുൻപ് ഇരുന്നതാണ് റിപ്പോർട്ടും ഇപ്പോഴത്തെ റിപ്പോർട്ടും வைத்து அவர்கள் ஆலோசிக்கிறார்கள். He said, we are not able to understand. നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. அவர்களால் அது புரிந்து கொள்ளவே முடியவில்லை. They went into deliberation. They were thinking, what is happening? What is happening? What is the reason for this? അവർ എല്ലാവരും ചേർന്ന് ഒരു വലിയ സംവാദം നടത്തുകയാണ്. എന്താണ് കാരണം? ഇതെങ്ങനെ സംഭവിച്ചു? இது எப்படி நடந்தது என்று தெரியவில்லை என்று சொல்லி அவர்களுக்கு தமிழில் ஒரு ஆலோசனை நடத்தினார்கள். Finally they told him, go and come back again. ഒടുവിൽ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് പിന്നീട് വരണം. അവരെ പോയി മറുപടിയും വരുമ്പടി சொன்னார்கள். Next time they saw the report, no symptoms of that sickness at all. അടുത്ത പ്രാവശ്യം റിപ്പോർട്ട് നോക്കിയപ്പോഴോ രോഗത്തിന്റെ ലക്ഷണം പോലും അവിടെയില്ല. അടുത്ത മുறை വന്നതാണ് அந்த ரிப்போர்ட்டை பார்த்தபோதோ அந்த வியாதியின் எந்த அறிகுறியும் கூட காணப்படவில்லை. Even today does God heal? ഈ ദിവസത്തിലും ദൈവം സൗഖ്യമാക്കിക്കൊണ്ടേയിരിക്കും. ആണ്ടവർ സുഖമാക്കിക്കൊണ്ടിരിക്കുകയാണ്. He straight away came there to the stage, gave a beautiful testimony on Saturday night. താൻ ശനിയാഴ്ച രാത്രി നേരെ സ്റ്റേജിൽ കയറി വന്ന് വളരെ മനോഹരമായ ഒരു സാക്ഷ്യം പറഞ്ഞു. சனிக்கிழமை ராத்திரியில் அவர் நேராக ஸ்டேஜுக்கு வந்து அழகான சாட்சியை சொன்னார். There's a beautiful song in English. ഇംഗ്ലീഷിൽ വളരെ മനോഹരമായ ഒരു ഗാനമുണ്ട്. ഇംഗ്ലീഷിൽ അഴകാണ് പാട്ട് இருக்கிறது. All those who know the song, sing along with me. I'm not a good singer. ഞാനൊരു നല്ല പാട്ടുകാരനില്ലാത്തത് കൊണ്ട് അറിയാവുന്നവർ ചേർന്ന് എന്നോട് കൂടി പാടുക. നന്നായി പാടக்கூடிയവർ നല്ല ആണപടിയാൽ தெரிந்தவர்கள் சேர்ந்து பாடுங்கள். Is there anything too hard for the Lord? Is there anything too hard for the Lord? Is there anything too hard? Is there anything too hard? Is there anything too hard for the Lord? No, nothing is too hard for the Lord. No, nothing is too hard for the Lord. No, nothing is too hard. No, nothing is too hard. No, nothing is too hard for the Lord. All those who believe this truth, shout hallelujah. ഈ സത്യം വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ മുഴക്കാം. You know, there is power in your hallelujah also. നിങ്ങളുടെ ആ ഹല്ലേലൂയയിലും ശക്തിയുണ്ടെന്നറിയുക. நீங்கள் சொன்ன ஹல்லேலூயாவில் வல்லமை இருக்கிறது. Sometime back we were conducting a convention in Bihar. ചില കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ബീഹാറിൽ ഒരു കൺവെൻഷൻ നടത്തുകയായിരുന്നു. ചില കാലത്തുക്ക് മുൻപാக ബീഹാറിൽ ഒരു കൺവെൻഷൻ നടത്തിനോം. Poor lady came there and got healed. ഒരു പാവപ്പെട്ട ഒരു ദരിദ്ര വനിത വന്നു, താൻ സൗഖ്യം പ്രാപിച്ചു. ഒരു ഏളയാണ് ഒരുവർ വന്ന് അങ്ങ് സുഖത്തെ പെറ്റുകൊണ്ടാർ. Then opposite party came and said, how did you get healed? ഓഫീസർ വന്ന് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് സൗഖ്യം കിട്ടിയത്? എതിരാണവർ വന്ന് കേട്ടാர்கள், எப்படி നീ സുഖത്തെ പെറ്റുകൊണ്ടായി? No, she could not even pronounce it properly. അത് ശരിയായ രീതിയിൽ ഉച്ചരിക്കാൻ പോലും എനിക്കറിയില്ല. അവർക്ക് ശരിയാ പേസക്കൂടെ சொல்லக்கூட தெரியவில்லை. She said, I only said, they asked me to repeat that word, hallelujah, hallelujah. I mentioned hallelujah, that's all. അവർ പറഞ്ഞു, ഇവര് എന്നോട് ഹല്ലേലൂയ പറ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നു, അത്രേ ഉള്ളൂ. அவர்கள் ஹல்லேலூயா சொன்னார்கள், நான் திரும்ப திரும்ப அப்படி சொன்னேன், அவ்வளவுதான். Sometimes we don't give importance to the word hallelujah. ചിലപ്പോൾ നമ്മൾ ഹല്ലേലൂയ എന്ന വാക്കിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. നാം ചില നേരത്തിലെ ഹല്ലേലൂയ சொல்வதற்கு அதற்கு நாம் அதிக முக்கியத்துவம் தருகிறதில்லை. Once again, all those who believe that Jesus is able to heal me and my family, shout hallelujah. എന്നെയും എന്റെ കുടുംബത്തെയും യേശു സൗഖ്യമാക്കുവാൻ ശക്തനെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി ഒരു ഹല്ലേലൂയ മുഴക്കാം. Praise be to God. ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ സ്തോത്രം. Next, what do we see? There is something called bondage of the fear of death. മരണഭീതിയുടെ അടിമത്തം എന്ന ഒന്നുണ്ട്. മരണ ഭയം എൻகிறதான ഒരു അടിമത്തനം കൂടെ കാണപ്പെടുகிறது. When we turn to the book of Hebrews chapter 2 verse 15. എബ്രായ ലേഖനം 2:15. എബ്രായർക്ക് എഴുതിയ നിരുപം 2-ാം അധ്യായം 15-ാം വചനം. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. And deliver them who through fear of death were all their lifetime subject to bondage. Sometimes you may be afraid of yourself. You may have the fear of death. ഒരുപക്ഷേ
നിങ്ങൾ മരണത്തിന്റെ ഭീതിയാൽ അടിമകളായിരിക്കാം. நீங்கள் சில நேரத்தில் நீங்களே பயப்படுவீர்கள். மரண பயம் கொண்டு மரணத்தை நினைத்து பயப்படுகிறவர்களாய் காணப்படுவீர்கள். Sometimes, what will happen to my child? What will happen to my wife? What will happen to my husband? ചില സമയങ്ങളിൽ എന്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റുമോ, എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, എന്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ? சில நேரத்திலே என்னுடைய பிள்ளைகளுக்கு ஏதாவது ஆகுமோ, மனைவிக்கு ஏதாவது ஆகுமோ, புருஷனுக்கு ஏதாவது ஆகுமோ என்கிற எண்ணங்கள். Why did Jesus die on the cross? യേശു എന്തിനാണ് ക്രൂശിൽ മരിച്ചത്? இயேசு எதற்காக சிலுவையில் மரித்தார்? Take away the fear of death from your life. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണത്തിന്റെ ഭയത്തെ നീക്കിക്കളയേണ്ടതിന്, பூரணமாக மரண பயத்தை ஜீவியத்திலிருந்து எடுத்து மாற்றும்படியாக, I will rid you of your bondage. ഞാൻ നിങ്ങളെ അടിമ വേലയിൽ നിന്ന് ഉദ്ധരിക്കും. உங்களை அடிமை தனத்திலிருந்து நான் பூர்ணமாய் நீங்களாக்குவேன். That is the bondage of the fear of death too. അത് മരണഭീതിയുടെ അടിമത്തം കൂടെയാണ്. அந்த அடிமைத்தனத்தில் இந்த மரண பயமும் உள்ளடங்கி இருக்கிறது. When I was serving the Lord in a distant country, ഞാൻ ഒരു ദൂരദേശത്ത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, நான் தூரமான ஒரு தேசத்தில் கர்த்தருடைய ஊழியம் செய்யும் பொழுது I cannot forget that particular instance. ഒരു പ്രത്യേക സംഭവം മറക്കാനേ സാധ്യമല്ല. இப்பட்ட ஒரு சம்பவம் என்னால் மறக்கவே முடியாது. There was a believer sister who was of much help to us. നമുക്ക് വളരെ സഹായമായിരുന്ന ഒരു വിശ്വാസി സഹോദരി, நமக்கு மிகவும் உதவியா இருந்ததான ஒரு விசுவாசி சகோதரி. She had something called fear of death. തനിക്ക് ഈ മരണഭീതി പിടികൂടി. அவருக்கு இந்த மரண பயம் காணப்பட்டது. She was a believer sister, all right. താൻ ഒരു വിശ്വാസിയായ സഹോദരിയാണ്. ஒரு விசுவாசி தான். But at the same time, sometime back, her brother died of an accident. ചില സമയങ്ങൾക്ക് മുമ്പേ തന്റെ സഹോദരൻ ഒരു അപകടത്തിൽപ്പെട്ടാണ് മരിച്ചത്. கொஞ்ச நாளுக்கு முன்பாக தന്റെ சகோதரன் ஒரு விபத்துக்குள்ளாய் மரித்தார். From that time onwards, this fear of death took hold of her. എന്നാൽ അതുമുതൽ തന്നെയും ഈ മരണഭയം പിടികൂടി. அந்த நாள் முதற்கொண்டு இவருக்கும் இந்த மரண பயம் வந்தது. Till her husband comes back home after work, she would think, will that happen to my husband also? Will he also die of an accident? ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നെത്തുന്നത് വരെ എന്റെ ഭർത്താവിന് വല്ല അപകടം സംഭവിച്ച് താൻ മരിക്കുമോ എന്നുള്ള ഭയമാണ് അവർക്ക്. புருஷன் வேலை முடிந்து வீட்டுக்கு வந்து சேருகிற வரைக்கும் ஐயோ புருஷன் மரித்து விடுவாரா, விபத்து சம்பவிக்குமோ என்கிறதான ஒரு மரண பயம்தான். I have 2 small children. Who will take care of them? എനിക്ക് 2 കൊച്ചു കുട്ടികളാണ്, ആര് വരെ നോക്കും? எனக்கு 2 சிறிய பிள்ளைகள், யார் அவர்களை பார்த்துக் கொள்வார்? One day we were having a Lord's table there. ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരു കർത്തൃമേശ ഇവിടെ ഉണ്ടായിരുന്നു. ஒரு தடவை எங்களுக்கு அந்த கர்த்தருடைய ராபோஜனம் இருந்தது. She opened, got up and confessed. താൻ തുറന്ന് ആ കാര്യത്തെ അവൾ ഏറ്റുപറയുകയാണ്. அந்த நேரத்தில் அவர் எழுந்திருந்து தொடர்ந்து இந்த காரியத்தை வெளிப்படையாய் சொன்னார். I have got this fear of death. I want deliverance from this. എന്നിൽ ഈ മരണഭയമുണ്ട്, എനിക്കിതിൽ നിന്ന് ഒരു മോചനം ആവശ്യമാണ്. எனக்கு இந்த மரண பயம் பிடிகொண்டிருக்கிறேன், இதிலிருந்து எனக்கு ஒரு விடுதலை வேண்டும். By the grace of God, God completely delivered her. എന്നാൽ കൃപയാൽ ദൈവം തന്നെ സമ്പൂർണ്ണമായി വിടുവിച്ചു. ஆனால் கிருபையினாலே தேவன் அவரை பரிபூர்ணமாக விடுதலை ஆக்கினார். It is a torment. You need not continue in that fear of death. അതെ, അതിനായി ഒരു പ്രായശ്ചിത്തമുണ്ട്. നീ ഇനിയും ആ torment. ഒരു പീഡനം, ഒരു ഉപദ്രവമുണ്ട്. നീ അതിൽ ഇനിയും തുടരേണ്ടതില്ല. அது ஒரு உங்களை எப்பொழுதும் வேதனைப்படுத்துகிற உபத்திரவப்படுத்துகிற காரியம். நீங்கள் அதில் தொடர்ந்து இருக்க வேண்டாம். Yes, died on the cross that he may deliver you from that bondage of fear of death also. ആ മരണഭീതിയുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാനും യേശു കാൽവരി ക്രൂശിൽ മരിച്ചു. மரண பயம் என்கிற அடிமைத்தனத்திலிருந்து உன்னை விடுதலையாக்கும்படி இயேசு கல்வாரியில் மரித்தார். Not tomorrow, today you are going to be delivered. നാളെയല്ല, ഇന്ന് തന്നെ നീ വിടുവിക്കപ്പെടും. நாளைக்கல்ல, இன்றைக்கு நீங்க விடுதலையாக்கப்படுவீர்கள். Jesus is in our midst tonight. ഇന്ന് രാത്രി യേശുനാഥൻ നമ്മുടെ നടുവിലുണ്ട്. இன்றிரவு கர்த்தர் நம்முடைய மத்தியில் இருக்கிறார். All his power and majesty is in our midst tonight. നോക്കുക, ശക്തിയും ഭയങ്കരത്വവും വല്ലഭത്വമുള്ള കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. സകല വല്ലമയോടും മഹത്വത്തോടും അവർ നമ്മുടെ മധ്യത്തിൽ ഇരിക്കുകയാണ്. All that we would like to remind you is we are not following a dead religion. Dead Jesus is alive even today. I was dead and lo, I live forever, he says. നാം ഒരു ചത്ത മതത്തെയോ മരിച്ച യേശുവിനെയോ അല്ല പിൻപറ്റുന്നത്. അവനിൽ ജീവിക്കുന്ന യേശു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ സദാകാലത്തേക്കും ജീവിക്കുന്നു. மரித்த மார்க்கத்தையும் மரித்த இயேசுவையில நாங்கள் சொல்லிக் கொண்டிருக்கிறோம். மரித்த உயிர் தெழுந்தவர், நான் மரித்தேன், இதா சதாகாலம் உயிரோடு இருக்கிறேன் என்று அறிவித்ததான இயேசுவை அறிவிக்கிறோம். It's not enough if you are a namesake Christian or nominal Christian. Be a practicing Christian. ഒരു നാമധേയ ക്രിസ്ത്യാനി, നാമമാത്ര ക്രിസ്ത്യാനി ആയിരുന്നാൽ പോരാ, പ്രായോഗികമായി ജീവിച്ചു കാണിക്കുന്ന ഒരു ക്രിസ്ത്യാനി ആയിരിക്കണം. ഒരു പെയർ ക്രിസ്തവനായി ഇരുന്നാൽ പോതാത്, അനുഭവത്തെ അനുഭവിக்கிறவனாய், கிறிஸ்துவத்தை അനുഭവിக்கிறவனாய் കാണപ്പെட வேண்டும். Will you be on your knees for 2 minutes? All those who can. കഴിയുമെങ്കിൽ 2 മിനിറ്റ് മുഴങ്കാലിൽ നിൽക്കാമോ? முடிந்தால் நீங்கள் 2 நிமிடங்கள் முழங்காலில் இருக்க முடியுமா? Elderly ones, you may be seated. മുതിർന്നവർ അവിടെ തന്നെ ഇരുന്നു കൊള്ളാം. வயதானவர்கள் நீங்கள் உட்கார்ந்து கொள்ளலாம். It's a promise. God is not
like our politicians. God is a promise. He not only gives us promise, He keeps His promise also. രാഷ്ട്രീയക്കാരെ പോലെ വാഗ്ദാനങ്ങൾ വാരി വിതറുന്നവനല്ല ദൈവം, വാഗ്ദാനം നൽകുകയും അത് നിറവേറ്റുകയും ചെയ്യുന്നവനാണ്. அரசியல்வாதிகளை போல வாக்குத்தத்தங்களை சொல்லிவிட்டு போகிறவரல்ல, வாக்குத்தத்தங்களை அருள் செய்கிறவர், அவர் நிறைவேற்றுகிறவராயிருக்கிறார். Just mention one verse and finish. ഒരു വചനം പറഞ്ഞ് അവസാനിപ്പിക്കാം. ஒரு வசனத்தை சொல்லி முடிக்கிறேன். When we read in the book of Joshua chapter 21 verse 45. യോശുവ 21:45 വാക്യം. യോശുവ 21:45. 45. 45. Joshua 41. கர்த்தர் இஸ்ரவேல் குடும்பத்தாருக்கு சொல்லியிருந்த நல்வார்த்தைகளில் எல்லாம் ஒரு வார்த்தையும் தவறி போகவில்லை, எல்லாம் நிறைவேறிற்று. They fail not out of any good thing which the Lord had spoken unto the house of Israel, all came to pass. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. You are the spiritual Israelite. നിങ്ങളാണ് ആത്മീക ഇസ്രായേൽ. நீங்கள் தான் ஆவிக்குரிய இஸ்ரவேலர். All close your eyes. കണ്ണുകളെ അടയ്ക്കുക. எல்லாரும் கண்களை மூடுங்கள். Oh, not a single promise was left unfulfilled. ഒരു വാഗ്ദാനം പോലും നിവൃത്തിയാകാതെ പാഴായി പോയില്ല. ஒரு வாக்குத்தத்தம் கூட நிறைவேறாமல் தவறி போகவில்லை. There is power in His word, power in the name of Jesus. തന്റെ വചനത്തിൽ ശക്തിയുണ്ട്, യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. அவருடைய வசனத்தில் வல்லமை இருக்கிறது, அவருடைய நாமத்தில் வல்லமை இருக்கிறது. Shall we all pray for 2 minutes? 2 മിനിറ്റ് നമുക്ക് 2 நிமிடங்கள் நீங்கள் The ஜெபியுங்கள். power of God is in our midst. தேவனுடைய வல்லமை நம்முடைய மத்தியில் இருக்கிறது. ദൈവശക്തി നമ്മുടെ നടുവിലുണ്ട്. Servants of God, get filled in the Spirit. കർത്തൃ ശുശ്രൂഷകർ ആത്മാവിൽ നിറയുക. கர்த்தருடைய ஊழியர்கள் ஆவிக்குள்ளாக்கப்படுங்கள். In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. പാപങ്ങൾ ക്ഷമിക്കുവാനും നിന്റെ രോഗങ്ങൾ നീക്കുവാനും അതിശക്തനായുള്ളൊരു നായകനാ അവൻ ദൈവമെന്നോർത്തിടുക. അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. പാപങ്ങൾ ക്ഷമിക്കുവാനും നിന്റെ രോഗങ്ങൾ നീക്കുവാനും അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. പാപങ്ങൾ ക്ഷമിക്കുവാനും നിന്റെ രോഗങ്ങൾ നീക്കുവാനും അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. 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 Hallelujah, 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 hallelujah. Mighty Vira Bura Mana Dire La Balop Shadara Bana Deraida. വല്ലമയുള്ള ഒരു ദേവനെ കുറിച്ചും ദേവനുടെ ക്രിയകളെ കുറിച്ചും
இஸ்ரவேல் மக்களை எகிப்து தேசத்திலிருந்து விடுவித்ததான விதங்களை குறித்து നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ശക്തനായ ഒരു ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിന്റെ അത്ഭുത ക്രിയകളെക്കുറിച്ചും അവരെ മിസ്രയീമിൽ നിന്ന് അത്ഭുതകരമായി വിടുവിച്ച വിധങ്ങളെക്കുറിച്ചും നമ്മൾ ഇപ്പോൾ കേട്ടു. ഞാൻ சொன்னபடி செய்வேன், ഞാൻ അരുളി ചെയ്തു അതുപോലെ അനുഷ്ഠിക്കും. എന്റെ വാഗ്ദത്ത വസ്ത്രങ്ങളൊന്നും കുറവില്ല, വാഗ്ദത്തങ്ങളിൽ ഒന്നും വൃഥാവാകയില്ല. அப்படியே தேவன் செய்வார். ദൈവം അതുപോലെ അവൻ നേற்றும் ഇന്നും എന്നും മാറാത്ത ദൈവം, താൻ ഇന്നലെയും ഇന്നുമെന്നും മാറാത്ത ദൈവം. இன்றைக்கும் அடிமைத்தனத்திலிருந்து பாரத்திலிருந்து வியாதியிலிருந்து விடுவிக்கும்படியாக உயர்த்தெழுந்த இயேசு நமது மத்தியே உலாவிக் கொண்டிருக்கிறார். ഇന്നും ഭാരത്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ മധ്യേ നടകൊള്ളുന്നു. നമ്മുടെ ജപത്തെ കേട്ടാർ, പ്രാർത്ഥന കേട്ടു. ഞാൻ അവരെ വിടുവിപ്പേൻ, ഞാൻ അവരെ വിടുവിക്കും. നമ്മുടെ മധ്യേ ഉലാവുകിன்றார், നമ്മുടെ മധ്യ നടകൊള്ളുന്നു. വിശ്വാസിக்கிறவங்க ആവിയിൽ നിറമ്പി ദേവനെ തുതിയുங்கள், വിശ്വസിക്കുന്നവർ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവിൻ. ആവിയിൽ വിടുതலை ഉണ്ട്, ആത്മാവിനാൽ വിടുതലുണ്ട്. വിടുതലയെ പെற்றுകൊള്ളുங்கள், സ്വാതന്ത്ര്യം പ്രാപിപ്പിൻ. ഭാരത്തിലിരുന്ന് വിടുതலை പെற்றுകൊള്ളുங்கள், ഭാരത്തിൽ നിന്ന് മുക്തരാകുവിൻ. കുടുംബ ഭാരത്തിലിരുന്ന് വിടുതலை പെற்றுകൊള്ളുங்கள், ഭാരത്തിൽ നിന്ന് മുക്തരാകുവിൻ. കടൻ ഭാരത്തിലിരുന്ന് വിടുതலை പെற்றுകൊള്ളുക, ഭാരത്തിൽ നിന്ന് മുക്തരാകുവിൻ. കൈവിടാത്ത ദൈവം, നിന്നെ കൈവിടാത്ത ദൈവം, വാക്കുമാറാത്ത ദൈവം, വാക്കുമാറാത്ത ദൈവം இப்போது உதவி செய்ய போகின்றார். ഇപ്പോൾ നിന്നെ സഹായിക്കും. വിശ്വാസിக்கிறவங்க കരകളെ തട്ടി തട്ടി ആവിയിൽ നിറമ്പി ദേവനെ തുതിയുங்கள், വിശ്വസിക്കുന്നവർ കൈകളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിപ്പീൻ. സന്തോഷமாக ദേവനെ ആരാധന ചെയ്യുங்கள், സന്തോഷമായി ദൈവത്തെ ആരാധിപ്പീൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് യാവർക്കും தெரிந்ததான മലയാളത്തിലെ ഒരു കോറസ് പാടി കൂട്ടത്തെ മുടിക്കും. നമുക്ക് എല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു മലയാളം കോറസ് പാടി നമുക്ക് യോഗം അവസാനിപ്പിക്കാം. യേശു മാറാത്തവൻ എന്റെ കോറസ്. യേശു മാറാത്തവൻ എന്ന പാട്ട്. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എല്ലാവരും കൈകളടിച്ച് പാടണം. എല്ലാവർക്കും കൈകളടിച്ച് പാടാം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. സബാനാദരായി രാമനാദരായി രാമനാദിരുട്ടിലൂർ ശരണമനദര. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ഹല്ലേലൂയ. നൈദിബിറ ബുറ മനാ ദിരിബില ബുലാം ഷഡറ മനാ ദിരായി റബല ദദ. നൈദിബിറ ബുറ മനാ ദിരവന ദിരിബില ബുലാം ഷഡറ മനാ. യേശു മാറാത്തവർ, യേശു മാറാത്തവർ, യേശു മാറാത്തവർ, യേശു മാറാത്തവർ. മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. സബാനാ ദിരിബില ബുലാം ഷഡന മനാ ദിരിബില ബുലാം ഷഡന മനാ ദിര. മൈദിബിറ ബുറ മനാ ദിരായി റബുലാം ഷഡന മനാ ദിരായിര. ആമേൻ ഹല്ലേലൂയ. റിബിറ ദിരായി റബ. നമ്മുടെ യേശു മാറാത്തവർ, നമ്മുടെ യേശു മാറാത്തവൻ ഇന്നും ക്രിയ ചെയ്യുക, താൻ ഇന്നും പ്രവർത്തിക്കുന്നു.
അതിന്റെ അടയാളം தான் നമ്മുടെ തലമേ പാസ്റ്റർ ദേവൻ കൊണ്ടുവന്നാർ. അതിന്റെ അടയാളം തന്നെയാണ് നമ്മുടെ ചീഫ് അതേ ഒരു അത്ഭുതം. അതൊരു അത്ഭുതം. നാം സന്തോഷപ്പെട്ട് കളി കൂറുവാം, സന്തോഷിച്ച് ആനന്ദിക്കാം. യേശു ജീവിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം, മാറാത്ത ദൈവം, മാറാത്ത ദൈവം, കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം. Hallelujah, 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 hallelujah. Ribila bura mana diribila bulam chadana mana tera. Kabaura mana diribila bulam chadana mana diribila bulam chadana mana derai la bulam chadana. Amen. നാം എല്ലാവരും കർത്തരെ സ്തോത്രം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദേവാലയത്തിലെ കൊട്ടാരക്കര കൺവെൻഷനുടെ முதலாம் நாள் கூட்டத்தை தேவன் பொறுப்பெடுத்து ആശീർവാദமாக നടത്തി തந்தாർ. അതற்காக കരങ്ങളെ ഉയർത്തി സ്തോത്രം. ഈ വർഷത്തിലെ കൊട്ടാരക്കരയിലെ കൺവെൻഷന്റെ പ്രഥമാധ്യന യോഗത്തെ കർത്താവ് ഏറ്റെടുത്ത് അനുഗ്രഹമായി നടത്തി തന്നതിനാൽ നന്ദിയോടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദേവൻ ചെയ്ത നന്മകൾക്കാக സ്തോത്രം. ദൈവം നമുക്ക് ചെയ്ത നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. നമ്മുടെ ദൈവം മാറാത്ത ദൈവം, അതற்காக സ്തോത്രം பண்ணுவோம். നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനായി ദൈവം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. എല്ലാ ഭാരത്തിലിരുന്ന് വിടുവിക്കുന്ന ദൈവമാനപടിയാൽ സ്തോത്രം. സകല ഭാരങ്ങളിൽ നമ്മെ വിടുവിക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ദയവ് ചെയ്ത് സഹോദരികളെല്ലാം അങ്ങ് ഉட்காருங்க. സഹോദരിമാർ കൂട്ടം മുടിക്കവില്ല, ആശീർവാദം പോടവില്ല, എളുമ്പി പോകാതിരിക്ക. നമ്മുടെ യോഗം തീർന്നില്ല, ആശീർവാദം പറഞ്ഞില്ല. ദയവായി പോകறதுக்கு ബസ് ഒഴുങ്ക് പണിയിരിക്കും. നിങ്ങൾക്ക് മടക്കയാത്രയ്ക്കുള്ള ബസ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ അവസരപ്പെട്ട് പോറീങ്ക, ഇതിനാണ് ധൃതി പിടിക്കുന്നത്. ഉക്കാറുങ്ക ഉക്കാറുങ്ക. ദയവായി അല്പനേരം കൂടി ഇരിക്കുക. ഒരുത്തരും എളുമ്പി പോകാതിരിക്കുക. ആരും ഇപ്പോൾ എഴുന്നേറ്റ് പോകരുത്. അത് ഒഴുങ്കറ്റ കാര്യം, അതൊരു ക്രമരഹിതമായ കാര്യം. ആശീർവാദം പോടാമൽ, ആശീർവാദം പറയാതെ அந்த 3 அல்லேலியா, അതൊരു വല്ലമയുള്ള അല്ലേലിയ എന്ന് കേട്ടീങ്ക തന്നെ. ഒരുവരും എളുമ്പാതിരുകൾ. 3 ഹല്ലേലൂയ, അത് ശക്തിയുള്ളതാണെന്ന് കേട്ടല്ലോ. എല്ലാവർക്കും തിരുമ്പി പോകறதுக்கு ബസ് ഒഴുങ്ക് പണി വെച്ച് മടക്കയാത്രയ്ക്കുള്ള സൗകര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. കൂട്ടം മുടിക്ക പോകുന്നത്. യോഗം ഇപ്പോൾ തീരും. ഒരുത്തരും എളുമ്പാതിരുകൾ. ആരും അതിനു മുമ്പ് എഴുന്നേൽക്കരുത്. സ്തോത്രം പണ്ണുവും, സ്തോത്രം ചെയ്യാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒഴുങ്കാക ക്രമமாக നടത്ത ദേവൻ ഉദവി ചെയ്താർ. സ്തോത്രം പണ്ണുവോ. എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും നടത്തുവാൻ ദൈവം സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. முதலாம் നാളിൽ കൊണ്ടുവന്ന എല്ലാ ആത്മാക്കൾക്കാக സ്തോത്രം പണ്ണുവോ. ഈ ദിവസത്തിൽ ഒന്നാം ദിവസത്തിൽ കൊണ്ടുവന്ന എല്ലാ നവാഗതർക്കായി സ്തോത്രം ചെയ്യാം. എല്ലാ ഊഴിയങ്ങൾ ആവിക്കുള്ളാക്കിയതിനാൽ സ്തോത്രം പണ്ണുവോ. ആത്മാവിലാക്കിയതിനാൽ സ്തോത്രം ചെയ്യാം. എല്ലാ തുതി ഘന മഹിമ കർത്തർക്ക് സെലുത്തി സ്തോത്രം പണ്ണുവോ. സ്തുതി ബഹുമാന മഹത്വമെല്ലാം ദൈവത്തിന് കരേറ്റിക്കൊണ്ട് സ്തോത്രം ചെയ്യാം. ദേവവസനത്തെ പ്രസ്താവിക്ക ദേവദാസനെ കരുത്തിൽ എടുത്താർ, ഭാവിത്താർ. ഇന്നും അവർ ആയിരക്കണക്ക് മക്കൾക്ക് പ്രയോജനപ്പെടുത്തുപടിയാക സ്തോത്രം പണ്ണുവോ. തിരുവചന പ്രഘോഷത്തിനായി തന്റെ ഭൃത്യനെ കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തി 1000-10,000 തന്നെ പ്രയോജനമുള്ളവനാക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. എല്ലാ തുതി ഘന മഹിമ കർത്തർക്ക് സെലുത്തി സ്തോത്രം പണ്ണുവോ. സ്തുതിമാന മഹത്വം ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. നാം ജപമണ്ണുവോ. പിതാവേ, ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ നല്ലവനായ ദൈവം, ഞങ്ങളുടെ കൺവെൻഷന്റെ ആദ്യ രാത്രി മീറ്റിംഗിന്റെ മുഴുവൻ ഏറ്റെടുത്ത് ഞങ്ങളുടെ മഹിമോള നിറച്ചല്ലോ കർത്താവേ. ഈ രാത്രി സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കുകയും ഞങ്ങൾ പ്രാർത്ഥിച്ച് കൃപയിൽ ആരംഭിച്ചതായ സമയം മുതൽ ഇതുവരെ ദൈവം ഞങ്ങളെ തുണച്ചല്ലോ കർത്താവ്. ഇന്ന് ദൈവം ഈ രാത്രി പകർന്ന് ഞങ്ങളിൽ സ്വർഗീയ ആശീർവാദങ്ങൾക്കായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. നല്ലവനാ ദൈവമേ, അടിയങ്ങളുടെ പ്രാർത്ഥനയേക്കാൾ ദൈവത്തിന്റെ ദയ തന്റെ കരുണ എത്ര വലുതായി എന്ന് അറിയുവാൻ തക്കവണ്ണം ദൈവം ഇത്രത്തോളം മുഖാന്തരം ഒരുക്കിയല്ലോ. ആത്മീയ പാട്ടുകൾ പാടി പ്രത്യാശയെ പുതുക്കുവാൻ ദൈവത്തെ ആരാധിപ്പാതിയെ കൃപ നൽകുന്ന അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. സ്വർഗത്തിലെ നല്ല ദൈവമേ, അവിടുന്ന് സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന്
ജനങ്ങളെ ആശീർവദിക്കുകയും നന്മകളാൽ നിറച്ചതിനാൽ അങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. ജീവിക്കുന്ന അത്ഭുത ഒരു സാക്ഷിയെ നൽകി ഞങ്ങൾക്ക് ജീവനെ പകർന്നല്ലോ കർത്താവേ. നീതിയോട് നല്ല പിതാവിന്റെ സാക്ഷികളാ ജീവിപ്പാൻ ഇനിയും ധാരാളം കൃപ നൽകണമേ. ഈ രാത്രി ഞങ്ങളുടെ ദൈവം ഉപദേശിച്ചതായ ജീവന്റെ വഴികളെ ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഇസ്രായേൽ മക്കളെ മുസ്ലിമിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കേണ്ടതിനായി യഹോവയായ ദൈവം നീട്ടിയ ഭുജത്താലും ശിക്ഷാവിധിയാൽ ഇറങ്ങി വന്ന് അതിൽ നിന്ന് അവരെ മോചിപ്പിച്ചുകൊണ്ട് തന്റെ ജനമാക്കി മാറ്റിക്കൊണ്ട് ദൈവം അവർക്ക് ദൈവമായിരുന്നുകൊണ്ട് അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നുള്ള പിതാക്കന്മാർ നൽകിയ വാഗ്ദത്ത പ്രകാരം ഇന്നുവരെയും ദൈവദേശത്തെ നൽകിയിരിക്കാൻ ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. പിതാവ് അവിടുന്ന് വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ദൈവമായി ഇന്നുവരെയും കൂടെ ഇരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. എല്ലാ മഹത്വവും അങ്ങേ കൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഓരോ ആത്മഭാരങ്ങൾ പാപഭാരമെന്നായ ആ ഭാരത്തിൽ നിന്ന് കർത്താവായ യേശുവിന് കൽവരി യാഗത്താൽ മോചനമുണ്ട് എന്ന് അറിയുന്നു. പിതാവ് അങ്ങനെ ഭാരങ്ങളായി ഞരങ്ങിയ പലരെ വിടുവിച്ച ഞങ്ങളുടെ ദൈവം എന്നും ജീവിക്കുന്നതിനാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ആവശ്യങ്ങൾ, മക്കളെന്നായ ഭാരങ്ങൾ, ജീവിത ആവശ്യങ്ങളും ഞങ്ങൾ ദൈവം പരിഹാരിയായിരിക്കും ഞങ്ങൾ അറിയുന്ന കർത്താവേ. ചില വിപത്തുകൾ, ആപത്തുകൾ വരുമ്പോൾ ഞങ്ങൾ ദൈവം പരിഹാരിയായിരിക്കുന്നു. സഭയുടേതായ പ്രമാണത്തിന് വിരോധമായി മാനുഷികമായ ചട്ടങ്ങളാകുന്നതായ ഓരോ ഭാരങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെതായ സത്യമായ ഉപദേശം ഞങ്ങളെ വിടുവിച്ചിരിക്കാൻ അങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. എന്റെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതായ മക്കൾക്ക് വേണ്ടി തന്റെ മക്കൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം ദൈവം നിറവേറ്റുന്ന പിതാവായി ജീവിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ. ഈ രാത്രി പിതാവേ അടിമത്തമായിരിക്കുന്നതായ മരണഭീതിയിൽ നിന്നും അടിമത്തമായിരിക്കുന്നതായ രോഗഭീതിയിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചിരിക്കുന്നല്ലോ കർത്താവേ. അതിവേഗം ഓടുന്നതായ വചനം അയച്ച് നൽകിയ സൗഖ്യത്തിനായി അങ്ങ് സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. അവിടുന്ന് എന്റെ ദാസന്മാർ ശക്തീകരിച്ചതിനാൽ നല്ല മഹത്വം അങ്ങ് കൽപ്പിക്കുന്നു. ധാരാളം കൃപ ദൈവം പകർന്നാട്ട് ഈ രാത്രിക്കാലം പന്ത്രണ്ട് കീഴിൽ ഞങ്ങളുടെ ദൈവം ചെയ്ത എല്ലാം അത്ഭുതങ്ങളെ ഓർത്ത് തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഇനി അവിടുത്തെ സാന്നിധ്യം അധികമായി ഉണ്ടായിരിക്കാൻ വേണമേ. ദൈവം മടങ്ങുന്ന എല്ലാ മക്കളുടെ മടക്കയാത്ര എല്ലാവരെയും കൃപയെ സൂക്ഷിച്ച് അനുഗ്രഹിച്ച് നടക്കേണ്ടതായ ബാക്കി എല്ലാതെയും ശുശ്രൂഷകളെ ഇനിയും ആശീർവദിക്കണമേ. ഓരോരോ ചെയ്യുന്ന ശുശ്രൂഷക്കാർക്ക് കൃപ നൽകിയല്ലോ കർത്താവേ. ഈ കൃപയാ താങ്ങിയതായ ദൈവം ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. വിശേഷ ഞങ്ങൾ മുന്നേറിക്കുന്നതായ പിതാക്കന്മാരെ, ഞങ്ങളുടെ വിശുദ്ധനെ ദൈവം ഏറ്റ സമയത്ത് എല്ലാ തടസ്സങ്ങളെ മാറ്റി കൊണ്ടുവന്ന് കർത്താവേ അത്ഭുതങ്ങളെ നേരി കാണുവാൻ തുണച്ചതിനാൽ അങ്ങ് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ അങ്ങേക്ക് സ്തുതികരേറ്റുന്നു കർത്താവേ. എല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു. അവിടുന്ന് നടത്തി കേട്ട വചനപ്രകാരം 100 മേനി ഫലവത്തായി തീർന്നുകൊണ്ട് കർത്താവ് യേശുവിന്റെ വീണ്ടും വരവിനായി അടികളെ ഒരുക്കിക്കാട്ട് സകലവും നന്മയ്ക്കായി നന്നായി ചെയ്യും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. Amen. Now may the grace of our Lord Jesus Christ, the love of God the Father, and the sweet communion of the Holy Spirit rest and abide with each and every one of us until Jesus appears in all his glory. Amen. As we heard, the Lord God is the omnipotent God. The Lord Jesus is the omnipotent God. The Lord God, the Holy Spirit is the omnipotent God. நாம் இப்பொழுது கேள்விப்பட்டது போல பிதாவாகிய தேவன் சர்வவல்லமையுள்ள தேவனாக இருக்கிறார். குமாரனாகிய இயேசு கிறிஸ்து சர்வவல்லமையுள்ளவராக இருக்கிறார். பரிசுத்த ஆவியானவரும் சர்வவல்லமையுள்ளவராக இருக்கிறார். നാം കേട്ടതുപോലെ പിതാവാം ദൈവം, പുത്രനാം ക്രിസ്തു, പരിശുദ്ധാത്മാവാം ദൈവം സർവശക്തനായ ദൈവമാകുന്നു. We are going to shout 3 hallelujahs to the triune God. அந்த திருத்தவ தேவனுக்கு 3 ஹல்லேலூயாக்களை சத்தமிட்டு சொல்ல போகிறோம். ചേർന്ന് 3 ഹല്ലേലൂയ പറയാം. Even all, amen. Hallelujah. Amen. Once again. All the devil's powers should be broken even now, right now. இப்போது தானே பிசாசின் எல்லா வல்லமைகளும் முறிக்கப்பட வேண்டும். സാത്താന്യമായ സകല ശക്തികളും ഇപ്പോൾ തന്നെ തകർന്നു പോകണം. 3 hallelujahs. Hallelujah. 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 God bless you. Now those who need prayer, you can come, brothers on this side, sisters on this side, and the pastors will pray for you. ஜெபம் தேவையானவர்கள் முன்னே வந்து நீங்கள் ஜெபித்துக் கொள்ளலாம். സഹോദരങ്ങളെയും സഹോദരനെയും പകുതിയിലും സഹോദരികൾ സഹോദരിയുടെ പകുതിയിലും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് മുൻപോട്ട് വരാം. സഹോദരന്മാർ അപ്പുറം, സഹോദരിമാർ ഇപ്പുറം. ദേശവാസികളെ ജാതി മതഭേദമേ യേശു
യേശു വിളിക്കുന്നു. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, ആശയോടെ വരുവിൻ, ആശ്വാസം നിങ്ങൾ കേകുമവൻ. ആശയോടെ വരുവിൻ, ആശ്വാസം നിങ്ങൾ കേകുമവൻ. ദേശമേ ദേശവാസികളെ, യേശുവിൻ നാമം ഒഴികെ ഭൂമിൽ രക്ഷയ്ക്കായി വേറൊരു നാമമില്ല. യേശുവിൻ നാമം ഒഴികെ ഭൂമിൽ രക്ഷയ്ക്കായി വേറൊരു നാമമില്ല. വഴിയും സത്യവും ജീവനുമാ യേശുവെ നോക്കി രക്ഷ നേടുവിൻ. വഴിയും സത്യവും ജീവനുമാ യേശുവെ നോക്കി രക്ഷ നേടുവിൻ. ദേശമേ ദേശവാസികളെ, ജാതി മതഭേദമന്യേ യേശു വിളിക്കുന്നു. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, ആശയോടെ വരുവിൻ, ആശ്വാസം നിങ്ങൾ കേകുമവൻ. ആശയോടെ വരുവിൻ, ആശ്വാസം നിങ്ങൾ കേകുമവൻ. കാർമുകിൽ പോലെ നിലംഘനങ്ങൾ, മേഘം പോലെ നിൻ പാപങ്ങളും. കാർമുകിൽ പോലെ നിലംഘനങ്ങൾ, മേഘം പോലെ നിൻ പാപങ്ങളും.